കുട്ടികൾ കുറച്ച് പേര് പുറകിൽ പോയിരിക്കുന്നുണ്ട്. വരുന്നുണ്ടോ? ഇല്ലേ? പുറകിലിരിക്കുന്ന കുറച്ച് കുട്ടികളുണ്ട്. പുറകിൽ മുമ്പിലേക്ക് വന്നിരിക്കുമോ? ഇവിടെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. പ്രായമായവർ മാത്രം കസേര ഇരുന്നാൽ മതി. പ്രായമായെന്ന് തോന്നുന്നവർ മാത്രം. വരുന്നുണ്ടോ? ആരോടാ അല്ലേ? ആ പുറകിലൊക്കെ കുറെ കുട്ടികൾ പോയിരിക്കുന്നുണ്ട്. ചുമ്മാ അവിടെ ഇരുന്ന് വർത്തമാനം പറയുക. ഈ സൈഡിലുണ്ട്, ഇപ്പുറത്തെ സൈഡിലുണ്ട്. കണ്ടോ, ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കുറെ കുട്ടികളുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അവരെയൊന്നും കാണാനില്ല. കണ്ടോ, അതെ കണ്ടോ, എണീറ്റ് വരുന്നുണ്ടോ? ഞാൻ പോണോ എന്ന് ആലോചിച്ചിരിക്കുക. അവിടെ മുമ്പിലേക്ക് കയറി വരൂ. ഇനിയുണ്ടോ പുറകില്? ഇപ്പുറത്തെ സൈഡിലാ പുറകില് പുറകിരിക്കുന്ന ചേച്ചിമാര് ദേ വരുന്നു. പുറകിരിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ എണീറ്റ് വരൂ. ഇനി ഒരു കാര്യം ചെയ്യും, ആ പുറകിലിരിക്കുന്ന ഒരു ആൾക്കാര് മുമ്പിൽ കസേര ഒഴിവുണ്ടെങ്കിൽ അതിലേക്ക് കയറിയിരിക്കും. ഏറ്റവും പുറകിൽ പോയിരിക്കുക. ഞങ്ങൾക്ക് ഇതൊന്നും ബാധകമല്ല എന്നുള്ള രീതിയിൽ മുമ്പിൽ കസേര ഒഴിഞ്ഞിടരുത്, മുമ്പിലേക്ക് കയറിയിരിക്കുക. നിങ്ങൾക്ക് ഇവിടെ അവിടെ ഇരുന്നാലും കേൾക്കാൻ പറ്റില്ല, പക്ഷെ ശ്രദ്ധ കിട്ടില്ല. ഈ ശ്രദ്ധയോടുകൂടിയൊക്കെ കേട്ടാലേ ഇതൊക്കെ എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് വെറുതെ എന്തെങ്കിലുമൊക്കെ കേട്ട് ഇങ്ങ് പോവുക എന്നുള്ളതല്ലാണ്ട്. ആ കുട്ടികൾ ഇനിയുണ്ടല്ലോ, ഇടയ്ക്കൂടെ കയറിയിരിക്കണ്ട, മുമ്പിലേക്ക് വന്നിരിക്കൂ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഇനി എന്നെ ഇന്നും കൂടെ സഹിക്കണല്ലോ അല്ലേ? 1 മണിക്കൂർ സമയം പറഞ്ഞാൽ മതി. നിർത്താം. ഇന്നലത്തെ പോലെ 1 മണിയൊന്നും ആകില്ല. സമയം പറഞ്ഞാൽ മതി. സമയം നോക്കാത്തതുകൊണ്ടാണ്. ഇന്നലെ കുറച്ചധികമായി അല്ലേ? ചൂടുണ്ട് ഇവിടെ. കുറച്ച് പേരൊക്കെ മുമ്പിൽ തന്നെ ഇരുന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. കുഴപ്പമില്ല, കഥ കേട്ടുകൊണ്ട് ഉറങ്ങിയാലും കുഴപ്പമില്ല. ഞാനത് കാണാതിരിക്കല്ല, പക്ഷെ ആ കഥ പറഞ്ഞ് തീരാത്തതുകൊണ്ട്, പറഞ്ഞത് തീരാത്തതുകൊണ്ട് നിർത്താത്തതാണ്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ. ഇന്ന് സപ്താഹത്തിന്റെ എത്രാം ദിവസമാണ് ഇന്ന്? കുട്ടികൾക്കറിയാമോ? 4. അമ്മട്ടിക്കാൻ ഒരുത്താൻ പറഞ്ഞു. 4-ാം ദിവസമാണ്. 4-ാം ദിവസം ഇന്ന് വൈകുന്നേരം നമ്മൾ എന്താണ്, നമ്മളെയൊക്കെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ദുഃഖങ്ങളും ഒക്കെ മാറ്റിത്തരുവാൻ വേണ്ടി ആരാണ് അവതരിക്കുന്നത്? സപ്താഹ യജ്ഞവേദിയില് ഭഗവാൻ കൃഷ്ണന്റെ അവതാരമാണ്. ഇന്നലെ നരസിംഹമായിട്ട് അവതരിച്ച ഭഗവാൻ അല്ലേ? നരസിംഹമായിട്ട് അവതരിച്ച ഭഗവാനെ നമ്മളെല്ലാവരും പോയിട്ട് എടുത്ത് താലോലിക്കാൻ തോന്നുമോ? നരസിംഹമായിട്ട് അവതരിച്ചു. എന്താണ് അവതാര ഉദ്ദേശം ഉണ്ടായിരുന്നത് അത് തീർത്തിട്ട് ആശാൻ അങ്ങോട്ട് പോയി ഇല്ലേ? തിരിച്ചു പോയി. പക്ഷേ കൃഷ്ണൻ അങ്ങനെയല്ല. നമ്മളെയൊക്കെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ കൂട്ടുകാരനായിട്ട്, ഒരു കുട്ടിയായിട്ട്, ഒരു ഉണ്ണിയായിട്ട്, കൂട്ടുകാരനായിട്ട്, ആര് നമ്മുടെ ഏത് ഭാവത്തിൽ കാണുന്നു ആ ഭാവത്തിൽ തന്നെ ഭഗവാൻ നമ്മളെ സന്തോഷിപ്പിക്കുകയാണ്. ചോദിക്കുകയാണ്, മുഖത്ത് നോക്കൂ, കൃഷ്ണന്റെ മുഖത്ത് നോക്കി. ചിരിക്കാത്ത ഏതെങ്കിലും ഒരു കൃഷ്ണന്റെ മുഖം കാണിച്ചു തരാമോ? എപ്പോഴും ചിരിച്ചോണ്ടേ ഉള്ളൂ. ഭഗവാൻ കാണിച്ചു തരികയാണ്. എന്തിനാ നിങ്ങൾ വിഷമിക്കുന്നത്, ദുഃഖിക്കുന്നത്? സന്തോഷിക്കൂ അല്ലേ? ഞാനില്ലേ കൂടെ? ഞാൻ ഇവിടെ ഉള്ളിടത്തോളം നിങ്ങൾ എന്തിനു വിഷമിക്കുന്നു? പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്ന കൃഷ്ണനാണല്ലേ? ഓടക്കുഴൽ ഊതി പീലി ഒക്കെ വെച്ച് അല്ലേ? പിന്നെ കാലിൽ വെച്ചിരിക്കുന്ന നോക്കൂ, എങ്ങനെയാ വെച്ചിരിക്കുന്നത്? എപ്പോൾ നോക്കിയാലും കാൽ അങ്ങനെ ഇരിക്കുന്നത്, പിണച്ച് അല്ലേ? ഒരു വല്ലാത്തൊരു ആകൃതിയിലാണ്, പിണച്ച് വെച്ചാണ് നിൽക്കുക. ഭഗവാൻ ചോദിക്കുകയാണ്, എന്തിനാണ് നിങ്ങൾ ദുഃഖിക്കുന്നത്? ആ ദുഃഖമൊക്കെ മാറ്റിത്തരാൻ ഞാനില്ല എന്ന് പറഞ്ഞുള്ള ഭാവത്തിൽ ഭഗവാൻ കൃഷ്ണനായിട്ട് നമ്മളെയൊക്കെ എടുത്ത് താലോലിക്കും. നമുക്ക് വേണ ഒരു പുത്രനായിട്ട് കാണാം അല്ലേ? നമ്മുടെ വീട്ടുകളിൽ ഒരു ചെറിയ കുട്ടി ഉണ്ടായി നമ്മളെങ്ങനെ കാണും? ആ ഒരു ഭാവത്തിൽ നമുക്ക് കാണാം കൃഷ്ണനെ. ഇതൊരു കൂട്ടുകാരനാവണോ? കൂട്ടുകാരനായിട്ട് കണ്ടോളൂ. ആ ഒരു ഭാവത്തിൽ കാണാൻ പറ്റണം. നമ്മുടെ വീട്ടിലുണ്ടായ ഒരു കുട്ടിക്ക് നമ്മൾ കാണാൻ പോകുമ്പോൾ എന്തൊക്കെ കൊണ്ട് കൊടുക്കുവോ അതുപോലെ തന്നെയാണ് നമ്മൾ വൈകുന്നേരം ഇവിടെ കൃഷ്ണൻ അവതരിക്കുമ്പോൾ അതുപോലെ വെറും കൈയോടെ വരരുത്. എന്തെങ്കിലുമൊക്കെ മേടിച്ച് ഇവിടെ കൗണ്ടറിൽ പട്ടുകോണകം, വെണ്ണ, കദളിപ്പഴം എന്തൊക്കെയാണോ ഭഗവാൻ ഇഷ്ടം അല്ലേ? വെണ്ണ കുതിയനാണ് അല്ലേ? വെണ്ണ കട്ട് നിന്നത് ആ ചിത്തചോരൻ, ആ ഗോപികമാരുടെയൊക്കെ വെണ്ണ കട്ടെടുത്ത് നടന്നിങ്ങനെ അവരെയൊക്കെ കൊതിപ്പിച്ച് നടന്നതാണ് കണ്ണൻ. അപ്പോൾ വെണ്ണ, പട്ടുകോണകം, കദളിപ്പഴം തുടങ്ങിയ ഒരു തട്ടം അവിടെ റെഡിയാക്കിയിട്ടുണ്ട് അവർ. വൈകുന്നേരം പിന്നെ പാൽപ്പായസം,
അതൊക്കെ ചീട്ടാക്കുക. ഇവിടുന്ന് എണീറ്റ് പോകുമ്പോൾ ചീട്ടാക്കിയിട്ട് ഊണ് കഴിക്കാനായിട്ട് പോവുക. എന്നിട്ട് വൈകുന്നേരം ഒരു 4 മണി 4:30 5 ആകുമ്പോഴത്തേക്കും വരിക. ഇന്നലത്തെ പോലെ 6 മണി ആകുമ്പോഴത്തേക്കും കൃഷ്ണാവതാരം ആകും. എല്ലാവരും പ്രത്യേകം ഇന്നലെ പറഞ്ഞിരുന്നു 5:30 ആകുമ്പോഴത്തേക്കും ആകുമെന്ന് പറഞ്ഞു. കുറച്ച് പേര് ഇവിടെ ഉണ്ടായി. ഇവിടെ ഇന്നലെ നരസിംഹം അവതരിച്ചു. പ്രഹ്ലാദനെ അനുഗ്രഹിച്ച് നരസിംഹം പോയി. പക്ഷെ ഇവിടെ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ. ആ കുറച്ചു പേര് ഇരുന്ന് ഉള്ളവർക്ക് ആ ഭഗവാന്റെ അനുഗ്രഹം കിട്ടും അല്ലേ? ഇനിയാണെങ്കിലും ഇനിയുള്ള ദിവസങ്ങളാണെങ്കിലും പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. എനിക്ക് വൈകുന്നേരം കൃഷ്ണാവതാരം. നാളെ മുഴുവൻ ഭഗവാന്റെ കൊച്ചു കഥകളാണ്. ഭഗവാൻ ആടിയ ലീലകളുടെ കഥകളാണ് മുഴുവൻ, ബാലലീലകൾ. നമ്മുടെ വീട്ടുകളിൽ ചെറിയ കുട്ടികൾ, ചെറിയ ഒരു 3-5 വയസ്സ് വരെയുള്ള കുട്ടികളൊക്കെ എന്തൊക്കെ വികൃതി കാട്ടുവോ അതിനേക്കാളും പരമായിട്ട് ഓരോരോ വികൃതികൾ കാണിച്ച് നടക്കുകയാണ് നാളെ മുഴുവൻ. അപ്പോൾ ആ കഥകളൊക്കെ കേൾക്കാൻ വേണ്ടി രാവിലെ തന്നെ വരിക. അങ്ങനെ ഇരിക്കട്ടെ. ഇപ്പോൾ വൈകുന്നേരം ഭഗവാന്റെ കൃഷ്ണാവതാരമാണ്. വഴിപാടുകളൊക്കെ വേണ്ടവരിൽ എല്ലാവരും കഴിക്കുക എന്നൊക്കെ പ്രത്യേകം അറിയിക്കുന്നു. നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തിയ കഥകൾ ഗജേന്ദ്രോപാഖ്യാനം, ഗജേന്ദ്രമോക്ഷം അല്ലേ? ഭഗവാൻ ആശ്രയിച്ചാൽ, അല്ലവാൻ ഭഗവാനെ എപ്പോഴെങ്കിലും വിളിച്ചു കഴിഞ്ഞ് ആശ്രയിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ ഒരു ആപത്ത് അല്ല ഒരു ദുഃഖം വരുമ്പോൾ നമ്മളെ കൈവിടില്ല എന്നത് കാണിച്ചു തരികയാണ്. നമ്മളിപ്പോൾ വേണമെന്നൊന്നുമില്ല, മുൻജന്മത്തിലായെങ്കിലും അല്ലെങ്കിൽ ചെറുപ്പകാലത്ത് എപ്പോഴെങ്കിലും നമ്മൾ ഭഗവാനെ ആശ്രയിച്ചിട്ടുണ്ടോ, നാമം ജപിച്ചിട്ടുണ്ടോ, ഭഗവാൻ നമ്മളെ കൈവിടില്ല, ഉറപ്പ് തരികയാണ് അല്ലേ? ഗജേന്ദ്രൻ ഏത് കാലത്താണ് നാമം ജപിച്ചത്, ഭക്തനായിരുന്നത്? കഴിഞ്ഞ ജന്മത്തിലാണ്. പക്ഷെ ആ കഴിഞ്ഞ ജന്മത്തിലെ സ്മൃതി ഉണ്ടായിരുന്നു അല്ലേ ഗജേന്ദ്രന്? നമുക്കൊന്നും അതില്ല. എങ്കിലും അതുകൊണ്ടാണ് നമ്മളോട് പറയുന്നത് ചെറുപ്പകാലം തൊട്ട് നാമം ജപിക്കാൻ. ഗജേന്ദ്രൻ ആ സ്മൃതി ഉള്ളത് കൊണ്ട് അപകട സമയത്ത് തനിക്ക് വേറെ ആരുമില്ല സഹായം സമയത്ത് നാമം ജപിക്കാൻ പറ്റി ഗജേന്ദ്രന്. അപ്പോൾ ഭഗവാൻ വന്ന് രക്ഷിച്ചു. വെറുതെ പ്രസവിച്ച ഉടനെ വെറുതെ ഉറങ്ങിക്കിടക്കുന്ന ഒരു കുട്ടിക്ക് വിളിച്ച അമ്മ പാല് കൊടുക്കുമോ? ഇല്ല. എപ്പോഴേ കൊടുക്കുള്ളൂ? കരഞ്ഞാലല്ലേ കൊടുക്കുള്ളൂ. അതുപോലെയാണ് നമ്മൾ ഭഗവാനെ വിളിക്കണം. ഭഗവാൻ അറിയാം ഞാനില്ലേ, ഇനി ഒന്ന് വിളിച്ചാൽ മതി, ഇന്ന് വിളിക്കൂ എന്ന് ഭഗവാൻ പറയാണ്. നമ്മളെ നോക്കി വിളിച്ചാൽ മതി, 10 നാമം ജപിച്ചാൽ മതി, ഭഗവാൻ സന്തോഷിക്കും. അപ്പോൾ ആ ഭഗവാന്റെ അടുത്തേക്ക് നാമം ജപിച്ചുകൊണ്ട് എല്ലാവർക്കും യാതൊരു തടസ്സവുമില്ല, ഒരു മടിയില്ല, എല്ലാവർക്കും നാവുണ്ട് അല്ലേ? ഒന്നേ വേണ്ടൂ. എന്ത് നാവുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, പിന്നെ എന്താ വേണ്ടു? ഒന്നേ വേണ്ടു. അത് മാത്രമേ വേണ്ടൂ. അതെവിടെ പോയി? അത് മാത്രം കാണാനില്ല. മനസ്സിലിരുത്തി ശ്രദ്ധയോടുകൂടി ഭഗവാന്റെ 10 നാമം ജപിക്കുക. അതാണ് ഈ നമ്മൾ ഭാഗവതം സപ്താഹം കൊണ്ട് ഈ സത്സംഗം കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും നാമം ജപിക്കാനുള്ള പ്രാപ്തി ഉണ്ടാക്കുക, നാമം ജപിക്കണം. ആ കഥ പറയാണ്. പിന്നീട് പറയുന്നത് പാലാഴി മഥനം എന്നൊരു കഥയാണ്. വളരെ വിശേഷമായിട്ടുള്ള കഥയാണ്. അറിയാമോ എല്ലാവർക്കും? ദേവന്മാര് അവർക്ക് ത്രിദശന്മാരാണ്. ദേവന്മാർക്ക് നമുക്ക് 4 അവസ്ഥയുണ്ട്. ഏതാ? ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം അല്ലേ മനുഷ്യർക്ക്. പക്ഷേ ദേവന്മാർക്കില്ല, വാർദ്ധക്യമില്ല. അപ്പോൾ അവരെപ്പോഴും യൗവനക്കാരായിട്ടിരിക്കുകയാണ്. അവർക്ക് ആ ഒരു അവസ്ഥയേ ഉള്ളൂ, അവിടെ നിന്ന് അങ്ങോട്ടില്ല. അതിലിങ്ങനെ സന്തോഷിച്ച് ദേവന്മാർ ദേവലോകത്ത് ഇങ്ങനെ സന്തോഷിച്ച് ഇന്ദ്രനൊക്കെ വലിയ രംഭയുടെ ഉർവശിയുടെ ഡാൻസും ഒക്കെ കണ്ടിങ്ങനെ സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് അവർക്ക് ഒരു പണിയില്ലാണ്ടിരിക്കുന്ന സമയത്ത് ഭഗവാന് തോന്നി ഇവരിങ്ങനെ വെറുതെ ഇരുന്നാൽ പറ്റില്ലല്ലോ, എന്തെങ്കിലും ഒരു പണി കൊടുക്കണ്ടേ അല്ലേ? ദേവന്മാരിങ്ങനെ അഹങ്കരിച്ച് ഇങ്ങനെ ഇരിക്കണ സമയം ഇങ്ങനെ ഇരിക്കുക, ഒരു പണി എടുക്കാണ്ട് ഒന്നും ചെയ്യാണ്ട്. ഇന്ദ്രനൊക്കെയാണ് എന്ത് പണിയുള്ളത്? ഒന്നുമില്ല, ഇങ്ങനെ ഇരിക്കുക. ദേവലോകത്തിൽ രംഭയുടെ ഒക്കെ ഡാൻസൊക്കെ കണ്ട് ഇങ്ങനെ ഇരുന്നാൽ മതി. ഇതുമൊക്കെ കഴിച്ച് മദ്യമൊക്കെ കഴിച്ച് ഡാൻസും കണ്ട് ഇങ്ങനെ വെറുതെ ഇരുന്നാൽ മതി. അപ്പോൾ ആ ഭഗവാന് തോന്നി ഇവരിങ്ങനെ വെറുതെ ഇരുന്നാൽ ശരിയാവില്ലല്ലോ എന്ന് വെച്ചാൽ ഭഗവാന്റെ നിശ്ചയപ്രകാരം അവിടെ ദുർവാസസ് വന്നു. ആരാ ദുർവാസസ്? മഹർഷി. അദ്ദേഹത്തിന് പെട്ടെന്ന് കോപം വരും. എന്തെങ്കിലും ചോദിച്ച് കിട്ടിയില്ലെങ്കിൽ അപ്പോൾ ദേഷ്യം വരും. ദേഷ്യം വന്ന് എന്താ ചെയ്യുള്ളൂ? ശപിക്കും അല്ലേ? നമ്മളെപ്പോലെ അല്ല. ദേഷ്യം വന്ന് അപ്പം എന്ത് ചെയ്യും? ശപിക്കും. ആ ശാപം കണ്ട ഇദ്ദേഹം വരുന്ന കണ്ടുകൊണ്ട് എല്ലാവർക്കും പേടിയാ. എന്തിനാ വരുന്നതെന്ന് അറിയില്ലല്ലോ, എന്താ ഉദ്ദേശം എന്ന് അറിയില്ലല്ലോ. ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സാധനം ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊടുക്കണ്ടേ? അപ്പൊ അവിടെയുള്ള ദേവലോകത്തെ രംഭമാര് സുന്ദരിമാരൊക്കെ അവിടെ നിന്ന് മാല കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. നല്ല പുഷ്പം കൊണ്ട് മാല കെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ദുർവാസ കയറി വരുന്ന സമയത്ത് ഈ മാല ദുർവാസം കൊടുത്തു. ഒന്നും വേണ്ട, കൊടുത്തു. അവര് വിചാരിച്ചു എന്നൊന്നും പറയില്ലല്ലോ. ആ മാല മേടിച്ചുകൊണ്ട് പോയി. ഈ ദുർവാസൻ മഹർഷിക്ക് എന്തിനിപ്പോൾ ഒരു ഇവിടുത്തെ ദേവലോകത്തെ മാലയൊക്കെ വല്ല ആവശ്യമുണ്ടോ? ഉണ്ടോ? ഇല്ല.
അപ്പോൾ നമ്മൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു സാധനം കൊടുക്കുമ്പോൾ, എന്തെങ്കിലും ഒരു സാധനം കൊടുക്കുമ്പോൾ അവർക്ക് ഉപകാരമുള്ള എന്തെങ്കിലും ആയിരിക്കണം കൊടുക്കേണ്ടത്, അല്ലേ? അല്ലാണ്ട് നമുക്ക് ഇതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല എന്ന് തോന്നിയിട്ടല്ല. കൊടുക്കുന്ന ആൾക്ക്, കിട്ടുന്ന ആൾക്ക് അതുകൊണ്ട് പ്രയോജനം വേണ്ടേ? അങ്ങനത്തെ ഒരു സാധനം. അല്ലാണ്ട് നമ്മുടെ വീട്ടിലിരിക്കുന്ന ഒരു സാധനം ഒഴിവാക്കുക, വരുന്ന അവർക്ക് കൊടുത്തേക്കാം, അങ്ങനെയാണോ കൊടുക്കണ്ടേ? അല്ല, അങ്ങനെ കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല. എന്നിട്ട് പിന്നെ 10 പേരോട് പറഞ്ഞു നടക്കും, ഇല്ലേ? കൊടുത്തത് എന്തെങ്കിലും ഒരു സാധനമാട്ടെ, പക്ഷെ കൊടുത്തതിനേക്കാളും കേമായിട്ട് എന്ത് ചെയ്യും? പറഞ്ഞു നടക്കും. അതാണ് നമ്മുടെ സ്വഭാവം. അതൊരിക്കലും ചെയ്യരുത്. കൊടുത്ത സാധനം ആരോടും പോയി പറയരുത്. പറഞ്ഞാൽ പിന്നെ കൊടുത്തതിൻ്റെ ഫലം ഇല്ലാണ്ടാവും. അത് നമ്മൾ 6-ാം ദിവസം കുചലോപാഖ്യാനത്തിൽ കാണും. കുചേലൻ ഭഗവാന് കൊടുത്ത് 4 പിടി അവില. പക്ഷെ ഭഗവാൻ കുചേലന് കൊടുത്തതോ സുദാമാന് കൊടുത്തതോ? അല്ലേ? പക്ഷെ ഭഗവാൻ അത് പറഞ്ഞോ? സുദാമാവിനോട് പറഞ്ഞോ? ഇല്ല. അതൊക്കെയാണ് കഥകളുടെ ഒരു മഹത്വം എന്ന് പറയുന്നത്, ഭഗവാന്റെ മഹത്വം എന്ന് പറയുന്നത്. നമ്മളൊക്കെ അത് കണ്ടു പഠിക്കണം. കൊടുക്കരുത്, അല്ല പറഞ്ഞു നടക്കരുത്. കൊടുത്താലും ആവശ്യമുള്ളതേ കൊടുക്കാവുള്ളൂ, ആവശ്യമില്ലാത്ത കൊടുക്കരുത്. അങ്ങനെ ദുർവാസാസിന് കൊടുത്തു കഴിഞ്ഞപ്പോൾ, ദുർവാസൻ ഇത് എന്താ വേണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇന്ദ്രൻ തൻ്റെ ഐരാവതത്തിലുമായിട്ട് ഇങ്ങോട്ട് വരുന്നത് വഴിക്ക് വെച്ച് കണ്ടത്. അപ്പോൾ ഉടനെ ഈ ദുർവാസ മഹർഷി ആ മാല ഇന്ദ്രന് കൊടുത്തു. ഇന്ദ്രൻ അത് വേഗം ഐരാവതത്തിൻ്റെ മസ്തകത്തിൽ വെച്ചു. മുകളിലിരിക്കുകയായിരുന്നു, മസ്തകത്തിൽ വെച്ചു കഴിഞ്ഞപ്പോൾ ഈ ആനയ്ക്ക് ഈ അവിടുത്തെ പുഷ്പത്തിന്, നമ്മൾ സാധാരണ ഇവിടെയുള്ള പുഷ്പം, ഭൂമിയിലുള്ള പുഷ്പമാണെങ്കിലും അതിൽ വണ്ടികൾ ഇതൊക്കെ പറന്നു വരും, ഇല്ലേ? തേൻ കുടിക്കാനൊക്കെ. അപ്പം ഈ അവിടുത്തെ ദേവലോകത്തെ ആ പുഷ്പത്തിൽ വണ്ടികൾ പറന്നു വന്നപ്പോൾ ഈ ആനയ്ക്ക്, ഐരാവതത്തിന് അതൊരു അരോചകമായിട്ട് തോന്നി, അല്ലേ? നമ്മുടെ മുമ്പിലൂടെയൊക്കെ ഇങ്ങനെ ഒരു വണ്ടി ഇങ്ങനെ പറന്നു നടന്നത് നമുക്കൊരു ശല്യമായിട്ട് തോന്നും. അപ്പോൾ ആന എന്ത് ചെയ്തു? ആ മാല എടുത്ത് താഴെ ഇട്ട് ചവിട്ടി മരിച്ചു. ഈ ദുർവാസാവ് മാല കൊടുത്തിട്ട് അവിടെ നിന്ന് പോയി കഴിഞ്ഞ് കുറേ കഴിഞ്ഞ് എവിടെയൊക്കെ കഴിഞ്ഞ് പോയി കറങ്ങി തിരിച്ചു വന്നപ്പോൾ താൻ കൊടുത്ത മാല എന്ത് ചെയ്യണു? ഇന്ദ്രൻ ഒരു വിലയില്ലാണ്ട് ആ മാല ചവിട്ടി അരച്ച് കളയുന്നതാണ്. ആ കുട്ടി വന്ന് എവിടെ നെയ്യ് വെച്ചെന്ന് കണ്ടില്ലേ? എല്ലാവരും നോക്കിയില്ലേ? ഇല്ലേ? ആ കുട്ടിക്ക് അറിയാം എവിടെ വെക്കേണ്ടത്. അല്ലാണ്ട് നിങ്ങൾ നോക്കിയിട്ട് വേണ്ട. ഇപ്പൊ ശ്രദ്ധ എവിടെ പോയി? ഇപ്പൊ ഞാൻ എന്താ പറഞ്ഞു നിർത്തിയേ? ദുർവാസാവ് മാല, ഇത്രയേ ഉള്ളോ? ആ മാല എവിടെ പോയി? ചവിട്ടി അരച്ചോ? അവിടം വരെ എത്തി. അവിടം വരെ എത്തി, കിട്ടി. ചവിട്ടി അരച്ചു, അല്ലേ? അപ്പം ഈ ദുർവാസാവ് ശപിച്ചു. എന്തിനാ ശപിച്ചേ? നിങ്ങൾക്ക് അഹങ്കാരമുണ്ട്, അല്ലേ? ഒന്നുമില്ല, നിങ്ങൾക്ക് അഹങ്കാരം കൊണ്ടാണ്. ഒരു സാധനം തന്നാൽ അതിന് വിലമതിക്കാത്ത നിങ്ങൾക്ക് വാർദ്ധക്യം വന്നു പോകട്ടെ എന്ന് ശപിച്ചു. ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? നോക്കൂ, ഭഗവാന്റെ ഇച്ഛയാണത്. ശപിച്ചു കഴിഞ്ഞപ്പോൾ ദേവന്മാർക്ക് എല്ലാവർക്കും എന്തായി? വാർദ്ധക്യം പിടിപെട്ടു. അവരെന്ത് ചെയ്തു? വേഗം ചെന്ന് ഭഗവാനെ പോയി ആശ്രയിച്ചു. അവരെ കൊണ്ടൊന്നും പറ്റാണ്ടായി. ഈ വിവരം അസുരന്മാരറിഞ്ഞു. ഏത് വിവരം? ദേവന്മാർക്ക് വാർദ്ധക്യം പിടിപെട്ടു, അവരെ കൊണ്ട് ഒന്നിനും പറ്റില്ല എന്നുള്ള വിവരം അസുരന്മാരൊക്കെ അറിഞ്ഞു. അസുരന്മാർ യുദ്ധത്തിനായിട്ട് വന്നു, അല്ലേ? നമുക്കൊരു വയ്യായിക ഇരിക്കുമ്പോഴാണല്ലോ ബാക്കിയുള്ളവർ നമ്മളെ ഉപദ്രവിക്കാനായിട്ട് വരിക, അല്ലേ? സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ ഒരു രോഗമായിട്ടോ ഒക്കെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണല്ലോ നമുക്ക് സഹായം ചെയ്ത പലരും നമ്മളെ ഉപദ്രവിക്കാനായിട്ട് വരും. ആ അവസരം മുതലാക്കി ഉപദ്രവിക്കാനായിട്ട് വരും, ഇല്ലേ? പലർക്കും പല അനുഭവം ഉണ്ടാവും. അതാണ് അവസ്ഥ. അതിപ്പോഴൊന്നുമല്ല, പണ്ട് കാലത്തും അങ്ങനെ തന്നെയാണ്. ഈ അസുരന്മാരുടെ സ്വഭാവമാണത്. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കുക. അവരെയൊക്കെ അസുരന്മാരാണെന്ന് സ്വഭാവമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അവരെ എത്ര ബന്ധുജനങ്ങളാണെങ്കിലും അവരെ ഒഴിവാക്കുക. നമ്മുടെ ഇടയിൽ നിന്ന് അവരെ ഒഴിവാക്കി വിടുക. നമുക്ക് അവരെ കൊണ്ട് ഒരു ഉപകാരമൊന്നും ഇല്ലെങ്കിൽ, അല്ലേ? അതല്ലേ വേണ്ടു. പക്ഷെ അത് ഒഴിവാക്കാൻ പറ്റില്ല, അല്ലേ? നമുക്ക് അത് വേണം. നമ്മൾ ഒഴിവാക്കുന്ന ആരെയാ? ഭഗവാനെ ഒഴിവാക്കും. എന്നിട്ട് നമ്മൾ ബന്ധുജനങ്ങളെ കൂട്ടുപിടിക്കും. കുറെ കഴിയുമ്പോഴാണ് അവരുടെ തനി സ്വഭാവം കാണുക. അവസാനം എങ്ങോട്ട് തന്നെ വരും? എന്നാ ആദ്യം തന്നെ ഭഗവാന്റെ കാക്ക പിടിച്ച പോരെ? അത് ചെയ്യുവോ? ഇല്ല. ഇതൊക്കെ അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല. അങ്ങനെ അസുരന്മാർ യുദ്ധത്തിന് വന്നപ്പോൾ ഈ ദേവന്മാർ എന്ത് ചെയ്തു? വേഗം എങ്ങോട്ട് പോയി? അവർക്ക് ആശ്രയം ആരേ ഉള്ളൂ? വൈകുണ്ഠത്തിൽ ചെന്ന് ഭഗവാനോട് പറഞ്ഞു, ഞങ്ങൾക്കൊന്നും വയ്യാണ്ടിരിക്കുകയാണ്, ഞങ്ങളെ സഹായിക്കണം എന്ന് പറഞ്ഞു.
ശരി, സഹായിക്കാം. എന്താ പറ്റിയേ? ഞങ്ങൾക്ക് വാർദ്ധക്യം പിടിപെട്ടു, കണ്ടില്ലേ, ശരാനരകൾ പിടിപെട്ടു. കാണിച്ചു തരികയാണ്. ജരാനരകളൊക്കെ പിടിപെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും പറ്റില്ലാണ്ട് ശരീരം കൊണ്ട് ഓരോ ഭാഗമായിട്ട് നശിച്ചുകൊണ്ടിരിക്കും അല്ലേ. കുറെ കഴിയുമ്പോൾ കാത് കേൾക്കാണ്ടാവുമ്പോൾ കണ്ണ് കാണാണ്ടാവും, പല്ല് കൊഴിയും, നഴിക്കും, ശരീരം വയ്യാണ്ടാവും അല്ലേ. അപ്പൊ ഭഗവാൻ പറഞ്ഞു നിങ്ങൾക്ക് സഹായിക്കാം, പക്ഷെ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. നിങ്ങളെ അങ്ങനെ വെറുതെ സഹായിച്ചാൽ പോരല്ലോ അല്ലേ. ഓടിച്ചെന്ന് ഇപ്പം ഞാൻ പറയാം, ഒരു ഉദാഹരണം പറയാണ്. കുട്ടികൾക്ക് പരീക്ഷയുണ്ട്, പരീക്ഷ കാല. ചില കുട്ടികളൊന്നും പഠിക്കുകയില്ല. ആ പഠിക്കാത്ത കുട്ടികൾ ചിലപ്പോൾ രാവിലെ ഓടി വന്നിട്ട് അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിക്കും അല്ലേ. അല്ലെങ്കിൽ ചിലപ്പോൾ പേനയൊക്കെ പൂജിച്ച് മേടിക്കും പരീക്ഷ പാസ്സാവാനേ. അതുകൊണ്ട് കാര്യമുണ്ടോ? ആ പേന പൂജിച്ചു കൊണ്ടുകൊണ്ട് കാര്യമുണ്ടോ? അതുവരെ അമ്പലത്തിലേക്ക് വരാത്ത കുട്ടികളാവും ചിലപ്പോൾ. ഇടയ്ക്കൊക്കെ ഒന്ന് വന്ന് എന്തെങ്കിലും ഒരു വിശേഷത്തിനൊക്കെ വന്നവര്. അപ്പൊ ഭഗവാൻ അവരെ ഗൗനിക്കുവോ? ഇല്ല. കാരണം എന്താ? രണ്ട് കാര്യമുണ്ട്. എന്താ? അവൻ പഠിക്കേണ്ടത് പഠിച്ചിട്ടില്ല. പിന്നെ ദിവസവും ക്ഷേത്രത്തിൽ വന്ന് അമ്പലത്തിൽ വന്ന് തൊഴാറുണ്ടോ? ഇല്ല. അവൻ എന്തിനു വേണ്ടി? ഒരു കാര്യം നടക്കാൻ വേണ്ടി, അവന്റെ കാര്യം നടക്കാൻ വേണ്ടിയേ അവൻ വന്നിട്ടുള്ളൂ അല്ലേ. പിന്നെ അവൻ പരീക്ഷ എഴുതിയിട്ട് പാസ്സാകുമോ? ഇല്ല. അതുപോലെയാണ് ഭഗവാൻ പറഞ്ഞു നിങ്ങൾക്ക് വേണ്ട സഹായമൊക്കെ ചെയ്യാം, പക്ഷെ നിങ്ങൾ സഹായിക്കണമെങ്കിൽ നിങ്ങളുമായിട്ട് അതിന് ഒരു മാർഗമുണ്ട്. എന്ത് വേണം? പാലാഴി കടയണം, അമൃത് വേണം. അമൃത് കുടിച്ചാലേ നിങ്ങൾക്ക് ഈ വാർദ്ധക്യം തിരിച്ചു കിട്ടുള്ളൂ. ഈ അമൃത് കടയണം എന്നുണ്ടെങ്കിൽ പാലാഴി കടയണം. എവിടെയുള്ളൂ ആ അമൃത്? പാലാഴിയില്. പാലാഴി കടഞ്ഞ് അമൃത് എടുക്കണം. ആ അമൃത് എടുത്ത് കുടിച്ചാലേ നിങ്ങൾക്ക് ഇത് തിരിച്ചു കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് ഈ പ്രായമായിട്ട്, ഈ പ്രായത്തിൽ ഞങ്ങൾക്ക് ഈ പാലാഴി കടയാനൊക്കെ പറ്റുമോ അല്ലേ? ഭയങ്കര വിഷമ. ഈ പാലാഴി കടയണം എന്നുണ്ടെങ്കിൽ പ്രായമായ കാലത്ത് പാലാഴി കടന്നുണ്ടെങ്കിൽ നല്ല വിഷമ. അതിന് എന്ത് വേണം? അതിന് നിങ്ങൾ എന്ത് പ്രായം ചോദിച്ചു, അതിനെന്താ ചെയ്യേണ്ടത് ഞങ്ങള്? അപ്പോൾ നിങ്ങള് ഒരു കാര്യം ചെയ്യും, അസുരന്മാരെ പോയി കൂട്ടുപിടിക്കും. അപ്പൊ അവരിൽ ഞങ്ങൾക്ക് യുദ്ധത്തിന് വന്നേ വേണ്ട, നിങ്ങൾ കാര്യം പറയും, കാര്യം പിടിക്കൂ. നമ്മുടെ ഒരു കാര്യം നടക്കണം എന്നുണ്ടെങ്കിൽ, അതായത് നല്ല കാര്യം നമുക്ക് നടക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ശത്രുവായിട്ടുള്ളവരുടെ പോയി കാല് പിടിക്കുന്നതൊന്നും കുഴപ്പമില്ല. നമുക്ക് കാര്യം നേടിയാൽ മതി അല്ലേ. കാര്യം ലക്ഷ്യം നേടുകയാണ് പ്രധാനം. ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് അർജുനനോട് അല്ലേ. മാർഗമല്ല പ്രധാനം, പിന്നെ എന്താ? ലക്ഷ്യം. ഗീതയിൽ പറഞ്ഞിട്ടുണ്ട് ഇല്ലേ. ഭഗവാൻ അത് തന്നെയാണ് ഇവിടെ പറയണത്. പറഞ്ഞു അസുരന്മാരോട് പോയി കാര്യം പറയൂ. അസുരന്മാരോട് പോയി പറയുമ്പോൾ അവർ ആദ്യം പറയുമ്പോൾ എതിർക്കും. നിങ്ങൾക്ക് വേണ്ടതൊക്കെ അമൃത് തരാം എന്ന് പറയാം. അപ്പൊ അവർക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. ദേവന്മാരും 33 കോടി ദേവന്മാരേ ഉള്ളൂ. അസുരന്മാരോ അവിടെ ഇരട്ടിയുണ്ട്, 66 കോടി അസുരന്മാരുണ്ട്. അപ്പൊ അവർ പോകുമ്പോൾ ആദ്യം എതിർക്കും. ആദ്യം അവരോട് പാലാഴി കടയണം, സോപ്പിട്ട് കാര്യങ്ങളൊക്കെ പറയും. നമ്മൾ നല്ല വർത്താനമൊക്കെ പറഞ്ഞ് ഈ നമുക്കൊരു കാര്യം സാധിക്കണം എന്നുണ്ടെങ്കിൽ, മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് ഒരു കാര്യം സാധിക്കണം എന്നുണ്ടെങ്കിൽ അയാളെ കുറച്ച് പൊക്കി പറയാം. അയാളുടെ കയ്യിൽ നിന്ന് നമുക്കൊരു സാധനം കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് വല്ല പൈസ മുടക്കമുണ്ടോ, സാമ്പത്തിക നഷ്ടമുണ്ടോ? അയാളെ കുറച്ച് പൊക്കി പറഞ്ഞാൽ അയാൾ നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തരും. അതാണ് ഇവിടെ കാണിച്ചു തരുന്ന ഭഗവാൻ. അതുകൊണ്ട് ഒരു ദോഷവും ഇല്ല അല്ലേ. അയാളുടെ മഹത്വത്തെ കുറിച്ച് കുറച്ച് പൊക്കി പറയാം. അയാൾ ചിലപ്പോൾ ദുഷ്ടനായിരിക്കും, മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാത്ത, പക്ഷേ രണ്ട് നല്ല വാക്ക് അയാളോട്, നിങ്ങൾ നല്ല കേമനാണ്, എല്ലാവരും പറയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാര്യം നടത്തി തരുന്നുണ്ടെങ്കിൽ അല്ലേ. അതുപോലെ ദേവന്മാരെ അസുരന്മാരോട് ചെന്ന് പറഞ്ഞു പാലാഴി കടണം, നിങ്ങൾ വരണം, നിങ്ങളും കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് അമൃത് തരാം എന്നൊക്കെ പറഞ്ഞു. അതിന് ഭഗവാൻ തന്നെ ഒരു ഉപായം പറഞ്ഞു കൊടുത്തിരുന്നു ദേവന്മാരോട്. നിങ്ങൾ വാല് പിടിക്കണം. ഈ പാലാഴി കടയുന്നത് എങ്ങനെയാണ്? ഇത്ര വാസുകിയെ കയറാക്കിക്കൊണ്ടാണ്. വാസുകി എന്ന് പറയുന്ന വലിയ സർപ്പം. ആ വാസുകിയുടെ വാല് ഒരു ഭാഗം, തല വേറൊരു ഭാഗം. ആ മന്ദരപർവ്വതമുണ്ട്, ആ മന്ദരപർവ്വതത്തെയാണ് കടകോലാക്കിക്കൊണ്ടാണ് വാസുകി കടകോലിനെ ചുറ്റിക്കൊണ്ട് ഒരാൾ വാലും പിടിക്കണം, ഒരാൾ തലയും പിടിക്കണം. അപ്പൊ ഈ ദേവന്മാർ പറഞ്ഞു നിങ്ങൾ വാല് പിടിച്ചോളൂ, വാല് പിടിച്ച് നമുക്ക് കടയാം. വാല് പിടിച്ച് കടയുമ്പോൾ അപ്പം അസുരന്മാർ പറഞ്ഞു ഞങ്ങൾക്ക് വാലല്ല വേണ്ടത്, ഞങ്ങൾക്ക് അതാണ് ഭഗവാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു. അസുരന്മാരുടെ സ്വഭാവം കാണാം, അവരോട് ആദ്യം ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നേരെ വിപരീതം അവര് ചെയ്യുള്ളൂ. അപ്പൊ അവരോട് ആദ്യം വിപരീതമുള്ള കാര്യം പറയണം. വാല് പിടിക്കണം എന്ന് പറഞ്ഞു. വാല് വേണ്ട, ഞങ്ങൾക്ക് വാലല്ല, ഞങ്ങൾ തല വേണം, തല വേണം, ഞങ്ങൾക്കെല്ലാം
അസുരന്മാരുടെ സ്വഭാവമല്ലേ? ഞങ്ങൾക്ക് തല വേണമെന്ന് പറഞ്ഞുകൊണ്ട് മുദ്രാവാക്യം വിളിച്ച് നടക്കുന്നത് അല്ലേ അസുരന്മാർ. അപ്പോ ദേവന്മാര് സമ്മതിച്ചു, തലയെടുത്തോളൂ, പിടിച്ചോളൂ, സമ്മതിച്ചു. ഈ കാരണം ഈ തല പിടിക്കുമ്പോൾ തലയുടെ അവിടുന്ന് വലിക്കുമ്പോൾ ആ ഭണം ചീറ്റിയിട്ട് ചൂടാണ് വരിക. അപ്പൊ ഭഗവാൻ പറഞ്ഞു, ഭഗവാൻ അറിയാം, അതുകൊണ്ട് ദേവന്മാർക്ക് ഈ പ്രായമായ സമയത്ത്, വാർദ്ധക്യം പിടിപെട്ട സമയത്ത് കടയുമ്പോൾ ചൂടടിച്ചാൽ അവർക്ക് ക്ഷീണമാവും. അപ്പൊ അതുകൊണ്ട് അസുരന്മാർ പറഞ്ഞു ഞങ്ങൾക്ക് തല വേണം. തല ആയിക്കോട്ടെ, ദേവന്മാരെ സമ്മതിച്ചു, തല പിടിച്ചോളൂ, എങ്ങനെയായാലും കാര്യം നടന്നാൽ മതി, പോരെ. ദേവന്മാര് അസുരന്മാരെ കൊണ്ട് തല പിടിച്ച് ദേവന്മാര് വാലും പിടിച്ച് മന്ദരപർവ്വത്തെ കടവലാക്കിക്കൊണ്ട് പാലാഴി കടയാൻ തുടങ്ങി. എങ്ങനെ? പണ്ടുള്ള ഇപ്പൊ പറഞ്ഞാൽ അറിയില്ല, നമുക്കൊരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം, അറിയാമായിരിക്കും. പണ്ട് കാലത്ത്, ഇപ്പോഴൊന്നും അല്ല കേട്ടോ, ഒരു 90 കാലത്തൊക്കെ പശുക്കൾ ഉണ്ടാവുന്ന വീടുകളിൽ ഇപ്പൊ ഈ അധികം പശുക്കളൊക്കെ ഉള്ള കാലത്ത് തൈര് കടയും അല്ലേ? കടയോ? കടയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ തൈര് കടഞ്ഞാല് മോരാവും, മോര് നിന്നാണ് വെണ്ണ കിട്ടുള്ളൂ. കുട്ടികൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറഞ്ഞു തരുന്നതാ. അപ്പോ അത് കടയുമ്പോൾ എങ്ങനെയാ വിളിക്കുന്നത്? ഒരു ഭാഗം ഈ കയ്യിലും മറ്റേ കയറിന്റെ അറ്റം ഇങ്ങനെ പിടിച്ച് വലിച്ചാലേ അത് കടയുള്ളൂ അല്ലേ? അപ്പോഴാണ് അത് ആ കടകോൽ ഇങ്ങനെ കടന്ന് ഉരുണ്ട് തൈര് മാറി അത് നെയ്യാവുള്ളൂ അല്ലേ? അതിന്റെ ഉള്ളിൽ, ഈ തൈരിന്റെ ഉള്ളിൽ എന്തുണ്ട്? നെയ്യുണ്ട് അല്ലേ? അത് കടന്ന് നമുക്ക് എടുക്കണം. അത് ഇങ്ങനെ വലിച്ചാലേ, അത് കടഞ്ഞാലേ ഇത് കിട്ടുള്ളൂ. പണ്ട് കാലത്തൊക്കെ കടയായിരുന്നു. ഇപ്പൊ ഉണ്ടോ? പശുവില്ല, തൈര് കടച്ചിലുമില്ല, ഉണ്ടോ? ഒന്നുമില്ല. അപ്പൊ മിക്സിയിലിട്ട് അടിക്കും അല്ലേ? അല്ലെങ്കിൽ ചിലപ്പോൾ തൈര് തന്നെയാവും, മിക്സിയിലിട്ട് അടിക്കും. പണ്ട് കാലത്തൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും കാണിച്ചു കൊടുക്കും, കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കണം, എവിടെയെങ്കിലും വീടുകളിലുണ്ടെങ്കിൽ. ഞാനൊക്കെ ധാരാളം ചെയ്തിട്ടുണ്ട്. അമ്മ വീട്ടിൽ അമ്മാത്ത് പോകുമ്പോൾ മുത്തശ്ശി തന്നെയല്ല, ഇവിടെ എൻ്റെ ഇല്ലത്തും ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ധാരാളം തൈര് കലക്കി നെയ്യ് എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കാണിച്ചു കൊടുക്കണം. കടഞ്ഞു കഴിയുമ്പോൾ നെയ്യ് കിട്ടും. അതുപോലെ ദേവന്മാർ വാല് പിടിച്ച് അസുരന്മാർ തല പിടിച്ച് ഇത് കടയാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഉണ്ട് ഈ മന്ദരപർവ്വതം അവിടെ നിന്ന് താന്നുപോയി. അതിൻ്റെ ശക്തി കൊണ്ട് അത് താന്നുപോയി. ആ മന്ദരപർവ്വതം, ഈ മന്ദരപർവ്വതം താന്നുപോയി. കടകോല് കടയുമ്പോൾ അത് താന്നു, ആ കയറ് പൊങ്ങി ഇതായി പോയി കഴിഞ്ഞാൽ അത് കടയാൻ പറ്റുമോ? ഇല്ല, ശരിക്കും കടയാൻ പറ്റില്ല. അപ്പൊ അത് താന്നു പോയി കഴിഞ്ഞപ്പോൾ ദേവന്മാർ എന്ത് ചെയ്തു? വേഗം സ്വാഭാവികം എന്ത് ചെയ്തു? ഭഗവാനെ പോയി ആശ്രയിച്ചു. കടയാൻ പറ്റുന്നില്ല, ഭഗവാനെ വിളിച്ചു. ഭഗവാൻ വന്നു. ഭഗവാൻ അന്നേരമാണ് ഒരു കൂർമ്മരൂപം ധരിച്ചുകൊണ്ട് അവിടെ ആ മന്ദരപർവ്വതത്തെ, ഈ കൂർമ്മരൂപം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ആമയുടെ രൂപമാണ് അല്ലേ? ഈ ക്ഷേത്രത്തിലൊക്കെ കാണാം, ചില വിളക്കിന്റെ അടിയിലൊക്കെ ഈ ആമയുടെ, ഏറ്റവും വിളക്കിന്റെ അടിയിൽ നോക്കണം, വലിയ കൽവിളക്കിന്റെ അടിയിലൊക്കെ ചില വലിയ ക്ഷേത്രങ്ങളൊക്കെ പോയാൽ കാണാം. ഗുരുവായൂരൊക്കെ ഉണ്ട്, ആ വലിയ വിളക്കിന്റെ മടിയിൽ ആമയുടെ രൂപത്തിൽ വെച്ച് കൊത്തു. അതിന്റെ മുകളിലാണ് എന്താ ഇരിക്കുന്നത്? ആ വലിയ ദീപസ്തംഭം ഇരിക്കുക. ഈ ആമയുടെ പുറന്തോട് വലിയ കട്ടിയുള്ളതാണ്, അത് ഇതാവില്ല, കട്ടിയാണ് ഭയങ്കര അല്ലേ? കണ്ടറിയാം, പിള്ളേർക്ക് കാണിച്ചു, കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കണം. പിന്നെ അതെന്തെങ്കിലും ശത്രുക്കൾ എന്തെങ്കിലും ആക്രമിക്കാൻ വന്നാൽ അതിന്റെ തല എന്ത് ചെയ്യും? ഉള്ളിലേക്ക് വലിയും. അപ്പൊ അത് കാണിച്ചു തരികയാണ് ഭഗവാൻ. ഓരോന്നും ഇതിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കഥകളും വളരെ പ്രധാനപ്പെട്ട, നമുക്കുടെ ജീവിതത്തിൽ അനുഭവവേദ്യമാക്കാൻ പറ്റിയ കഥകളാണ് എല്ലാം. അല്ലാണ്ടായിട്ടുള്ള ഒന്നുമില്ല. ഈ കലികാലത്ത് നടക്കുന്ന സംഭവങ്ങളെ തന്നെയാണ് ഇപ്പം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ കൂർമ്മരൂപം ധരിച്ചുകൊണ്ട് ആ മന്ദരപർവ്വത്തെ ഉയർത്തിക്കൊണ്ട് വന്ന് യഥാസ്ഥാനത്ത് നിർത്തി അവർ കടയാൻ തുടങ്ങി. തടയാൻ കഴിഞ്ഞപ്പോൾ അവർ പർവ്വതം വീണ്ടും പൊങ്ങിപ്പോകാൻ തുടങ്ങി. പൊങ്ങിപ്പോയപ്പം വീണ്ടും ഭഗവാനെ ആശ്രയിച്ച ദേവന്മാരെ അജിത രൂപം ധരിച്ചുകൊണ്ട്, അവിടെ ഭഗവാന്റെ തന്നെ ഒരു അജിത രൂപം. ഭഗവാന് 10 അവതാരം അല്ല ഉള്ളൂ. നമ്മൾ പറയുന്ന പോലെ 10 അവതാരം, 24 അവതാരം തന്നെ ഇതിൽ പറയുന്നുണ്ട്. പിന്നെ അനേക അവതാരങ്ങൾ വേറെ ഉണ്ടെന്ന്, ധാരാളം അവതാരങ്ങൾ വേറെ ഉണ്ടെന്നും പറയുന്നുണ്ട്. നമ്മൾ കണക്ക് കൂട്ടുന്ന പോലെ 10 അവതാരങ്ങളല്ല. പ്രധാനമായിട്ടുള്ളത് എന്ത്? 10 അവതാരം. അതിൽ കൂടുതൽ വേറെ അവതാരം. അത് കഴിഞ്ഞ് അജിത രൂപം ധരിച്ചുകൊണ്ട് യഥാസ്ഥാനത്ത് നിർത്തി കഴിഞ്ഞ് കടയാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന്, ഈ കടകോല് കൊണ്ട് കടയുമ്പോൾ അതിൽ നിന്ന് ആദ്യം പൊങ്ങി വന്നത് എന്താണെന്ന് അറിയാമോ? കാളകൂട വിഷം. മന്ത്രപർവ്വതം സമുദ്രത്തിൽ നിന്ന് ആദ്യം പൊങ്ങി വന്നത് എന്താ? അതായത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലെ ദുഷ്ടചിന്തകൾ, ദുഷ്വിചാരങ്ങളൊക്കെയാണ് പൊന്തി വരിക അല്ലേ? നിങ്ങളോടിപ്പോൾ നാമം ജപിക്കാൻ പറയുന്നത്, ഇതുവരെ നാമം ജപിച്ചിട്ട് ഒരാളെന്ന് ആദ്യം ഒരു നാമം ജപിക്കാൻ തുടങ്ങിയാൽ കുറേ കഴിയുമ്പം അവരുടെ മനസ്സിലുള്ള കുറേ ദുഷ്ടവിചാരങ്ങൾ, ഞാനിത് കുറേ കഴിയുമ്പോൾ വിചാരിക്കും, ഞാൻ എന്തിനാ ഈ നാമം ജപിക്കണേ?
ഇല്ല ഞാൻ എന്തിനാ ജീവിക്കണേ ഉള്ള കുറെ ദുഷ്ടവിചാരങ്ങൾ ദുഷ്ടചിന്തകൾ പൊങ്ങി വരും. അതൊക്കെ അടക്കി നിർത്തണം. അപ്പോൾ ആ കാളകൂട വിഷം പൊങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ആ എല്ലാവരും ചെയ്യുന്ന ഭഗവാനെ ചെന്ന് ആശ്രമം. ഭഗവാൻ പറഞ്ഞു എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ ഇത്രയൊക്കെ പറ്റുള്ളൂ, എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കഴിഞ്ഞപ്പം വേഗം കൈലാസത്തിലായിരുന്നു. എല്ലാവരും കൂടി കൈലാസത്തിൽ നിന്ന് അവിടെ മഹാദേവൻ അവിടെ വെറുതെ ഇരിക്കുക. മഹാദേവന് എന്തെങ്കിലും ഒരു റോള് കൊടുക്കണ്ടേ, വേണ്ടേ? വെറുതെ ഇരുന്നാൽ പോരല്ലോ. മഹാദേവനെ പോയി ആശ്രയിച്ചു. മഹാദേവനോട് ചെന്ന് പറഞ്ഞു ഇതുപോലെ ലോകത്തെ നശിപ്പിക്കാനായിട്ട് അതിന് കാളകൂട വിഷം പൊങ്ങി വന്നു, അത് എന്താ ചെയ്യുക? അപ്പൊ ഞങ്ങളെ രക്ഷിക്കണം എന്ന് പറഞ്ഞു. മഹാദേവൻ വേഗം പാർവതിയെ നോക്കി. പാർവതി വേഗം അനുവാദം കൊടുത്തു. പാർവതിക്കറിയാം പ്രഭാവജ്ഞ അന്യമോദത. പാർവതിക്കറിയാം എന്ത് മഹാദേവൻ അത് വിഷം പാനം ചെയ്താലും ഒന്നും സംഭവിക്കില്ല. പക്ഷെ മാലോകരെ രക്ഷിക്കണം. അതുകൊണ്ട് മഹാദേവൻ വന്ന് കാളകൂട വിഷം പാനം ചെയ്ത് ആ പാനം ചെയ്യണ സമയത്ത് വിഷം പാനം ചെയ്യണ തൊണ്ടയിൽ തങ്ങാനുള്ളതേ ഉണ്ടായുള്ളൂ മഹാദേവന്റെ. അവിടെ വന്ന് പാർവതി കഴുത്തിൽ പിടിച്ചോ? അങ്ങനെ ഒരു കഥയുണ്ടോ? ഉണ്ടോ? ഇല്ല. ഇതൊക്കെ ആര് പറഞ്ഞുണ്ടാക്കിയതാ? അങ്ങനെയൊന്നുമില്ല, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. ഭഗവാന്റെ മഹത്വം മനസ്സിലാക്കിയാൽ മതി. കാളകൂട വിഷം പാനം ചെയ്താൽ തൊണ്ടയിൽ തങ്ങാനുള്ളതുണ്ട്. അതിൽ നിന്ന് കഴിച്ചപ്പോൾ അതിൽ നിന്ന് രണ്ടും കുറഞ്ഞ് ഇറ്റിറ്റ് വീണതാണ് ഈ തേളിനും പാമ്പിനും ഒക്കെ കിട്ടിയത് വിഷമായിട്ട്. അത്ര ഉണ്ടായുള്ളൂ. പക്ഷെ അത് കഴിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരും മഹാദേവനെ സ്തുതിച്ച് നാമം ജപിച്ച് ഭഗവാനെ പ്രകീർത്തിച്ചുകൊണ്ട് അവിടെ നിന്നു. അന്നാണ് നമ്മൾ എന്താ ആഘോഷിക്കണത്? ശിവരാത്രി. എന്ത്? മാലോകരെ രക്ഷിക്കാൻ ഭഗവാന് പല പല പേരുകളും. നീലകണ്ഠൻ അല്ലേ? നീലകണ്ഠൻ, ത്യാഗരാജൻ എന്നൊക്കെ പേര് വന്നു മഹാദേവന്. അങ്ങനെയാണ് പേര് വന്നത്. ആ ദിവസമാണ് നമ്മൾ എന്താ ആഘോഷിക്കണത്? ശരിക്കും എന്താ അന്ന് വേണ്ടത്? ശരിക്കും ഈ ശിവരാത്രിയുടെ അന്ന് എന്താ വേണ്ടത്? ഗാനമേള കേൾക്കുകയാണോ? പിന്നെ സിനിമാറ്റിക് ഡാൻസ് കാണുവാണോ? പിന്നെ നാമം ജപിച്ചിരിക്കുകയല്ലേ? ആണോ? ഇത് നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. പക്ഷെ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ എന്തോ എവിടെയോ ഒരു പ്രശ്നം. നാമം ജപിച്ചിരിക്കുക ശിവരാത്രിയുടെ അന്ന് അല്ലേ? നമ്മളെ മാലോകരെ ലോകത്തെ മുഴുവൻ രക്ഷിച്ചതാണ് മഹാദേവൻ. അങ്ങനെ ആ മഹാദേവൻ ആ പാനം ചെയ്ത് അവരെ രക്ഷിച്ച് മഹാദേവൻ വീണ്ടും കൈലാസത്തിലേക്ക് തന്നെ പോയി. മഹാദേവൻ വന്നപ്പോൾ കൂടെ പാർവതിയും ഗണപതിയും സുബ്രഹ്മണ്യനും എല്ലാവരും ഒരുമിച്ചാ വന്നത്. കുടുംബസമേതാ വന്നത്. അങ്ങനെ വേണമെന്നാ പറയുന്നത്. ഒരു നല്ല സത്സംഗം നല്ല കാര്യം നടക്കുന്നിടത്തൊക്കെ എന്ത് വേണം? കുടുംബസമേതം. ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ കുടുംബസമേതം വരണം. അല്ലാണ്ട് സിനിമ കാണാൻ പോകുമ്പോൾ മാത്രം പോയാൽ പോരാ. സിനിമ കാണാനോ ഗാനമേള കേൾക്കാനോ ഒക്കെ പോകുമ്പോൾ മാത്രം കുടുംബസമേതം പോയാൽ പിന്നെ എന്ത് വേണം? ക്ഷേത്രത്തിലേക്ക് പോകുമ്പോഴും ഇതുപോലെ നല്ല സത്സംഗങ്ങൾ നടക്കുമ്പോഴും അവിടേക്കൊക്കെ ആരെയും കൂടെ കൂട്ടണം? ഭാര്യയാണ് ഭർത്താവിനെ കൂട്ടണം, ഭർത്താവാണ് ഭാര്യയെ കൂട്ടണം, മക്കളെയും കൂട്ടണം, പിന്നെ അമ്മയുണ്ട് അമ്മയും അച്ഛനെയും കൂട്ടണം. എല്ലാവരെയും കൂട്ടി പോണം. ഭഗവാൻ കാണിച്ചു തരികയാണ്. അതിനുശേഷം അവിടെ പല പല സാധനങ്ങൾ പൊങ്ങി വന്നു. ദേവന്മാർ പിന്നെയും പോയി കടയാൻ തുടങ്ങി. അവിടെ നിന്ന് പല പല സാധനങ്ങൾ പൊങ്ങി വന്നു. പൊങ്ങി വരാൻ തുടങ്ങിയത് എന്തൊക്കെയാ? 8ാമത്തെ സ്കന്ധം, 8ാമത്തെ അധ്യായം. 8ാമത്തെ അധ്യായത്തില് അതിൽ നിന്ന് ഉച്ചൈശ്രവസ് എന്നൊരു കുതിര വന്നു. അത് ഇന്ദ്രനെടുത്തു. ഒരു മണി വന്നു, അത് ബലിക്ക് കൊടുത്തു. പിന്നെ ഐരാവതം വന്നു, അതും ഇന്ദ്രന് കൊടുത്തു. പിന്നെ കൗസ്തുഭം എന്ന രത്നം പൊങ്ങി വന്നു. ആ രത്നം പൊങ്ങി വന്നു അതാര്? ഭഗവാൻ തന്നെ തൻ്റെ മാടലത്തിൽ കഴുത്തിൽ അണിഞ്ഞു. ആ ഭഗവാൻ ആ കൗസ്തുഭ രത്നം കഴുത്തിൽ അണിഞ്ഞപ്പോൾ ഭഗവാനല്ല ഭംഗി കൂടിയത്. പിന്നെ ആർക്കാ? ആ രത്നത്തിനാണ്, കൗസ്തുഭ രത്നത്തിനാ സൗന്ദര്യം കൂടിയത്. നമ്മളൊക്കെ എന്തിനാ മാല അണിയുന്നേ? നമുക്ക് സൗന്ദര്യം ഉണ്ടാവാൻ അല്ലേ? ഞാനതെ ഉണ്ടോ? 3-4 മാലയൊക്കെ ഉണ്ട്. ആ കൗസ്തുഭ രത്നത്തിനൊരു ഭംഗിയുണ്ടായി. പിന്നീട് 8ാമത്തെ വസ്തുവായിട്ട് അതിൽ നിന്ന് എന്താ അവതരിച്ചു? ലക്ഷ്മി ദേവി ആവിർഭവിച്ചു. ആ ലക്ഷ്മി ദേവി വന്നു കഴിഞ്ഞപ്പോൾ അവിടെ അത്രയും നേരം പാലാഴി കളഞ്ഞുകൊണ്ടിരുന്നവര് ആ കടച്ചിലൊക്കെ നിർത്തി അല്ലേ? ഒരു സ്ത്രീയെ കണ്ടപ്പോൾ എല്ലാവരും അവരുടെ എന്താണോ ചെയ്യേണ്ടത് അത് നിർത്തി. പണ്ട് കാലത്തും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ അതിന് വല്ല കുറവുണ്ടോ? ഇല്ലേ? എന്തെല്ലാം അപമാനങ്ങളാണ് കേൾക്കുന്നത് അല്ലേ? സർക്കാരാണെങ്കിലും ഗവൺമെന്റ് ആണെങ്കിലും ബാക്കിയുള്ളവർ എവിടെയൊക്കെ ആണെങ്കിലും അല്ലേ? അപ്പോൾ എന്താ വിചാരിക്കുന്നത്? ഒരു സ്ത്രീ വിചാരിച്ചാൽ മതി ഒരു ലോകം ഒരു നാട് മുഴുവൻ നശിപ്പിക്കാൻ. അത് നന്നാവാനോ? ലക്ഷ്മി ദേവി ആണെങ്കിൽ അത് മതി. ലക്ഷ്മി
ലക്ഷ്മി ദേവി ആവണം. ലക്ഷ്മി ദേവി പൊങ്ങി വന്നു കഴിഞ്ഞപ്പോൾ അവിടെ കടച്ചിൽ നിർത്തി എല്ലാവരും ലക്ഷ്മി ദേവിയുടെ പുറകെ. ലക്ഷ്മി ദേവിയുടെ പുറകെ പോയിട്ട് കാര്യമുണ്ടോ? ഉണ്ടോ? ഭഗവാനെ മറന്ന് അവിടെ എന്തൊരു ആവശ്യത്തിന് വേണ്ടിയില്ല, ഭഗവാനെ മറന്ന് ലക്ഷ്മി ദേവി ലക്ഷ്മി 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 എന്ന് പറഞ്ഞ് പുറകെ നടന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. ലക്ഷ്മി ദേവി കിട്ടുമോ? ഇല്ല. ഭഗവാനെ ആശ്രയിച്ചാൽ ആ ലക്ഷ്മി ദേവി തന്നെ വരും, അല്ലേ? ഇത്രേ കാണിക്കുന്നുള്ളൂ. ലക്ഷ്മി ദേവി അവിടെ നിന്നു, വർണ്ണമാല്യമായിട്ട് ലക്ഷ്മി ദേവി അവിടെ വന്നു. അപ്പൊ ആരുടെ കഴുത്തിൽ? എല്ലാവരും വന്ന് എന്നെ വിവാഹം കഴിക്കൂ, എന്നെ വിവാഹം കഴിക്കൂ എന്ന് അസുരന്മാരൊക്കെ വന്ന് പറയാൻ തുടങ്ങി. എല്ലാവരും ഇന്ദ്രനെ നോക്കി, ഇന്ദ്രന് പറ്റിയില്ല. എല്ലാവർക്കും ലക്ഷ്മി ദേവി അവിടെ ഒരു കുറവ് കണ്ടു എന്നാ പറയണേ. തനിക്ക് യോജിച്ച ആരെ അവിടെ കണ്ടില്ല എന്ന്. അവസാനം തന്നെ ഒന്നും ശ്രദ്ധിക്കാതെ അവിടെ നിൽക്കുന്ന ഭഗവാനെ കണ്ടു. ഭഗവാൻ അവിടെ ഇതൊന്നും ശ്രദ്ധിക്കണം, ഇതൊന്നും നമ്മളെ ബാധിക്കുന്നതല്ല എന്നുള്ള വിധത്തിൽ ഭഗവാൻ അവിടെ നിൽക്കുന്ന കണ്ടു. ഓടിച്ചെന്ന് പുറകിൽ കൂടെ ചെന്ന് മാലയിട്ടു. ഭഗവാൻ അത് സ്വീകരിച്ചു. ഭഗവാൻ ആ ലക്ഷ്മിയെ ദേവിയെ കണ്ട് എവിടെ സ്വീകരിച്ചിരുത്തി? ഇല്ലേ? അവിടെ ഇരുത്തി. ലക്ഷ്മി ദേവി പിന്നെ കണ്ടോ? ഭഗവാൻ ദർശനം കൊടുക്കുകയില്ല, ലക്ഷ്മി ദേവിയുടെ ദർശനം ആർക്കും കൊടുക്കുകയില്ല. അത്രയ്ക്ക് ഭക്തിയുള്ളവർക്ക് മാത്രമേ ലക്ഷ്മി ദേവിയുടെ കടാക്ഷം കൊടുക്കുള്ളൂ, അല്ലേ? ആണോ? നമുക്കൊന്നും വിചാരിക്കാം, നമുക്കൊന്നും അത്രയ്ക്കൊന്നും ഭക്തി ആയിട്ടില്ല. ആ ലക്ഷ്മിയെ കിട്ടാനുള്ള ഭക്തി നമുക്ക് ആയിട്ടില്ല. അങ്ങനെ ആ വിവാഹം കഴിഞ്ഞു. അത് കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ്, കുറച്ച് കഴിഞ്ഞ് കടന്നു കഴിഞ്ഞപ്പോഴാണ് വാരുണി ദേവി, മധ്യകലശമായിട്ട് വാരുണി ദേവി പൊങ്ങി വരുന്നത്. അങ്ങനെയാണ് നമ്മുടെ മനസ്സിനെ കടയുമ്പോൾ ഉണ്ടല്ലോ, ചില പല ചീത്ത വിചാരങ്ങളും നല്ല വിചാരങ്ങളും ഒക്കെ പൊന്തി വരും, അല്ലേ? കടയണം, കടകോല് കൊണ്ട് കടയണം. കടയുമ്പോൾ നമ്മൾ ചീത്ത വിചാരങ്ങൾ നല്ല വിചാരങ്ങൾ അടക്കം ചിലപ്പോൾ നല്ല വിചാരങ്ങൾ വരും. സപ്താഹത്തിന് പോകണോ അതോ സിനിമയ്ക്ക് പോകണോ? നല്ല പുതിയ സിനിമ ഇറങ്ങിയിട്ടുണ്ട്, സിനിമയ്ക്ക് പോകണോ? വേണ്ട, സപ്താഹത്തിന് പോകാം. സപ്താഹം 2 ദിവസം കൂടെ അല്ലേ ഉള്ളൂ. എന്നാലും സിനിമ നല്ലതാണ്, അത് പോകണോ? ഇങ്ങനെ മനസ്സിനൊരു ചാഞ്ചാട്ടം ഉണ്ടാവും. പക്ഷേ എന്തേ വിജയിക്കാവുള്ളൂ? നമുക്കൊരു ഉറപ്പ് വേണം. സിനിമ പിന്നെയാണെങ്കിലും കാണാം എന്ന് വിചാരിക്കാം. ഈ സപ്താഹം ഇവിടെ 7 ദിവസം കഴിഞ്ഞാൽ പിന്നെ കിട്ടുമോ? ഈ സത്സംഗം ഇവിടെ 7 ദിവസം കഴിഞ്ഞാൽ കിട്ടുമോ? ഇല്ല. അപ്പോൾ സപ്താഹത്തിന് പോയി അത് കേൾക്കുക. അവിടെ എന്തൊക്കെയാണ് പറയണത്? നമുക്ക് അതിൽ നിന്ന് അവിടെ നിന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ നിന്ന് എന്താ കിട്ടാനുള്ളത് നോക്കി, കിട്ടാനുള്ളത് മാത്രം, നല്ലത് മാത്രം അതിൽ നിന്ന് സ്വീകരിക്കുക. വേറെ പല കാര്യങ്ങളും പറയുന്നുണ്ടാവും. പക്ഷെ അതൊക്കെ വിട്ടുകൾ നമുക്ക് അതിൽ നിന്ന് ആവശ്യമുള്ളത് എന്താണോ അത് മാത്രം എടുക്കുക. എന്നിട്ട് അത് പോയി കേട്ട് കഴിഞ്ഞ് വീട്ടിൽ പോയി അതിനെ മനനം ചെയ്യുക, അല്ലേ? കുട്ടികളൊക്കെ പഠിക്കുമ്പോൾ അങ്ങനെയല്ലേ? പഠനത്തിൽ പഠിച്ചു കഴിയുമ്പോൾ പുസ്തകം വായിച്ച് കുറേ കഴിയുമ്പം അവർ കാണാതെ പഠിക്കുമല്ലോ. കുറേ കഴിയുമ്പോൾ അതിൻ്റെ ആശയം എന്താണെന്ന് ഇങ്ങനെ മനനം ചെയ്യുമല്ലോ ചെയ്യാം. ഇപ്പോഴത്തെ കുട്ടികൾ എങ്ങനെയാണെന്ന് അറിയില്ല, കാണാതെ പഠിക്കുമോയെന്ന് അറിയില്ല. കുറേ കഴിയുമ്പോൾ അത് മനനം ചെയ്യണം. അങ്ങനെ വേണം പഠിക്കാൻ. അല്ലാണ്ട് കാണാതെ പഠിച്ചിട്ട് കാര്യമുണ്ടോ? കാണാതെ പഠിച്ചാൽ കുറേ കഴിയുമ്പോൾ ചിലപ്പോൾ അത് മറന്നു പോയിന്ന് വരും, ഇല്ലേ? മനനം ചെയ്യണം. എന്ത് കാര്യമാണ് നമുക്ക് ഉപകാരമുള്ള നല്ല കാര്യമാണെന്ന് തോന്നിയാൽ അത് മനനം ചെയ്യണം. അങ്ങനെ എന്താ മനനം ചെയ്ത്? ആ ഭഗവാന്റെ മധ്യകലശവുമായിട്ട് വന്ന അസുരന്മാര് അത് തട്ടിപ്പറിച്ച് അസുരന്മാരുടെ സ്വഭാവം അവിടെ കാണിക്കുകയാണ്. അസുരന്മാർ ആ മധ്യകലശം വാങ്ങി കുടിച്ചു. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് അതിൽ നിന്ന് ധന്വന്തരി ദേവി അമൃതകലശമായിട്ട് പൊങ്ങി വന്നത്. ഈ മദ്യം സേവിച്ചിരിക്കുന്ന അസുരന്മാർ എന്ത് ചെയ്തു? വേഗം ആ അമൃതകലശം തട്ടിപ്പറിച്ചു. അതങ്ങനെ പാടുണ്ടോ? ഞങ്ങൾക്ക് മാത്രം മതി എന്നുള്ളത്. രണ്ടുപേരും ഒരുപോലെയാണ് പണിയെടുത്തത്, അല്ലേ? ജോലി ചെയ്തത് ഒരുപോലെയാണ്. അപ്പം രണ്ടുപേർക്കും ഒരേപോലെ അതിൻ്റെ ഫലം കിട്ടണ്ടേ? കൂടുതൽ ആശ്രയിച്ച് ദേവന്മാരെ ആശ്രയിച്ച് ആരാ? ഭഗവാനെ ആശ്രയിച്ച് ആരാ? ദേവന്മാരാ. ഈ ദേവന്മാർ ചെന്നിട്ട് ഭഗവാനെ വീണ്ടും ആശ്രയിച്ചു. അവർക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. കാരണം വാർദ്ധക്യം പിടിപെട്ടിരിക്കുകയാണ്. ഒരു വിധത്തിലാണ് അന്ന് കടഞ്ഞ അമൃത് കിട്ടിയത്. കേട്ടോ? ഫലം കിട്ടുമ്പം നമ്മുടെ കയ്യിലിരിക്കും. നമുക്ക് ശ്രദ്ധയോ നല്ല ഇതില്ലെങ്കിൽ നമ്മൾക്ക് കിട്ടുന്ന ഫലം അത് അസുരന്മാർ തട്ടിക്കൊണ്ട് പോകും, അല്ലേ? അതാണ് കാണിച്ചു തരുന്നത്. നമുക്ക് കിട്ടാനുള്ള നല്ല സൗകര്യങ്ങളും സമ്പത്തും സൗകര്യങ്ങളും ഒക്കെ ശ്രദ്ധയോടുകൂടി ഇരുന്നില്ലെങ്കിൽ, ഭഗവാന്റെ അനുഗ്രഹത്തോടുകൂടി ഇരുന്നില്ലെങ്കിൽ അതെന്ത് കൊണ്ടുപോകും? അസുരന്മാർ കൊണ്ടുപോകും, അല്ലേ? അതാണ് കാണിച്ചു തരുന്നത്. മദ്യമൊക്കെ കഴിച്ച് ഇങ്ങനെ ഉന്മത്തനായിട്ട് യാതൊരു ബോധവും ഇതൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് പോകും? നമ്മുടെ കയ്യിലുള്ള സമ്പത്തും അറിവും ഒക്കെ നഷ്ടപ്പെടും. അത് പോകാണ്ടിരിക്കണം, വേണ്ടേ?
അത് അസുരന്മാർക്ക് കൊണ്ട് കൊടുക്കുകയാണ്. അസുരന്മാർ കൊണ്ടുപോയി എന്തേ ചെയ്യുള്ളൂ? അത് വേണ്ടാത്ത കാര്യത്തിന് ഉപയോഗിക്കുള്ളൂ. അല്ലെ? ഈ അസുരന്മാർക്കും വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്തവരൊന്നും അല്ല. നല്ല വിദ്യാഭ്യാസം ഉള്ളവർ അസുരന്മാരൊക്കെ ഉണ്ട്. പക്ഷെ അവരെന്തിനെ ഉപയോഗിക്കുന്നുള്ളൂ? ബോംബ് നിർമ്മിക്കാനും അല്ലെ ലോകത്തെ നശിപ്പിക്കാനും ഒക്കെയാണ് അതിന് ഉപയോഗിക്കുക. ബോംബൊക്കെ നിർമ്മിക്കണമെന്ന് വെറുതെ നിസ്സാര കാര്യമാണോ? ആണോ? അത്രയ്ക്ക് ബുദ്ധി വേണം, വേണ്ടേ? എന്നാലേ അത് വേണ്ട രീതിയിൽ ഉണ്ടാക്കി പൊട്ടാൻ പറ്റുള്ളൂ. അല്ലെ? നല്ല ബുദ്ധി വേണം. ആ ബുദ്ധി അവർ നല്ല കാര്യത്തിൽ ഉപയോഗിച്ചിരുന്നെങ്കിലോ ചെയ്യോ? ഇല്ല. അതാണ് അസുരന്മാരുടെ ബുദ്ധി. നമ്മൾ വിചാരിക്കുക നമ്മുടെ മക്കള് ഏതുപോലെയാണെന്ന്. അസുരൻ ബുദ്ധിയാണോ ദേവബുദ്ധിയാണോ എന്ന്, നല്ല ബുദ്ധിയാണോ എന്ന്. നല്ല അസുരബുദ്ധിയാണ് മാറി നല്ല ബുദ്ധിയിലേക്ക് വരണം, അല്ലേ? അപ്പോ ദേവന്മാർ ചെന്ന് വേഗം ഭഗവാനെ ആശ്രയിച്ചു. ഭഗവാനെ ആശ്രയിച്ചു കഴിഞ്ഞപ്പോ ഭഗവാൻ അവിടെ നിന്ന് അവരെ രക്ഷിക്കാം. ശരി, ഞാൻ വരാമെന്നും പറഞ്ഞുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു? നിങ്ങൾ പൊക്കോളൂ, വേഗം വരാമെന്നും പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു? അവിടെ വേഗം ഒരു സ്ത്രീയുടെ വേഷം കെട്ടി അവിടെ വന്നു. ഒരു മോഹിനി രൂപം. നമ്മൾ സിനിമയിൽ കണ്ടിട്ടുണ്ടല്ലേ? ഏതാ? മോഹിനി രൂപം. ദിലീപിന്റെ ഒരു സിനിമ ഉണ്ടായിരുന്നു തോന്നുന്നു, ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. മോഹിനി രൂപം ധരിച്ച ദിലീപിന്റെ ഒരു വേഷം. അതിനേക്കാളും ഗംഭീര ഭഗവാൻ ഒരു സ്ത്രീ വേഷം കെട്ടിയാൽ അങ്ങനെയാണോ അതിനേക്കാളും ഗംഭീരമായിട്ട് ഭംഗിയായിട്ട് ഭഗവാൻ സ്ത്രീവേഷം കെട്ടി വന്നു. കാര്യം എന്താ? ഈ മദ്യം കഴിച്ചിരിക്കുന്ന അസുരന്മാർക്ക് മുമ്പിലേക്ക് വരണമെന്നെങ്കിൽ സാധാരണ വേഷത്തിൽ വന്നാൽ പോരാന്ന് ഭഗവാൻ അറിയാം, അല്ലേ? അവരുടെ ബുദ്ധി നശിച്ചിരിക്കുകയാണ്. ഇപ്പൊ ഇവർ ഈ അമൃത് കിട്ടിയപ്പോൾ ഇത് അസുരന്മാരുടെ കയ്യിൽ ഇങ്ങനെ ഇരിക്കുക. ഇതിപ്പോ എന്താ ചെയ്യേണ്ടത്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ലാണ്ട്. അതാണ് അസുരന്മാരുടെ കിട്ടിയ നല്ല വസ്തുക്കള് കിട്ടിയാൽ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അറിയാണ്ടിരിക്കുള്ളൂ അവര്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ലാണ്ടിരിക്കുമ്പോഴാണ് അതിലേക്കടെ മോഹിനി വേഷം കെട്ടിയ ഭഗവാൻ അതിലേക്കടെ നടന്നു പോയത്. ഇപ്പൊ വേഗം അവർ ശ്രദ്ധിച്ചു. ഒന്നാമത് അവര് മദ്യം കഴിച്ചിരിക്കുക. ശ്രദ്ധിച്ച ഒരു വളക്കിലിക്കമൊക്കെ ഇങ്ങനെ കേൾക്കുന്നു. ഒരു സെന്റ് പൂശി അല്ലെ, ഒരു സാരിയൊക്കെ കൊടുത്ത് ഇങ്ങനെ പോയി കഴിയുമ്പോൾ പെട്ടെന്ന് അല്ലെ സെന്റൊക്കെ പൂശി വരുന്ന ഒരു സ്ത്രീയുടെ വളകിലിപ്പമൊക്കെ ഇങ്ങനെ കേട്ട് കഴിയുമ്പം മദ്യം കഴിച്ചിരിക്കുന്ന അസുരന്മാർ എന്താ ചെയ്യുക? അസുരന്മാരുടെ മുമ്പിൽ പെടാണ്ടിരിക്കണം. ഇങ്ങനെ പോയി അപ്പൊ വിളിച്ചു വേഗം അവിടെ നിൽക്കൂ, എങ്ങോട്ടാ പോണേ, നീ ആരാണെന്നൊക്കെ ചോദിച്ചു. ഞാനാരുമല്ല, ഞങ്ങൾ ഇതിലൊക്കെ ഒരു പണി നടക്കാൻ പോയതാ. അല്ല, ഇങ്ങോട്ട് വരുമോ, ഞങ്ങൾക്കൊരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ചോദിച്ചു, എന്താ പ്രശ്നം? ഞങ്ങൾക്ക് ഇതുപോലെ അമൃത് കിട്ടിയിട്ടുണ്ട്. അതിനെന്താ? ഞങ്ങൾക്കത് എല്ലാവർക്കും തുല്യമായിട്ട് പങ്കുവെക്കണം, എല്ലാവർക്കും വേണം. ആരെടുക്കും, എങ്ങനെ എടുക്കും എന്നുള്ളതാണ്. അതിന് അത് ഞാൻ എന്താ ചെയ്യണ്ടേ? അതൊന്ന് പങ്കുവെച്ച് തരണം. പങ്കുവെച്ച് തരണം എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു, അതിന് എന്നെ വിശ്വസിക്കണ്ട, ഞാനൊരു കള്ളനാണ് എന്ന് ഭഗവാൻ ആദ്യം തന്നെ പറഞ്ഞു. ഈ അസുരന്മാരോട് സത്യം പറഞ്ഞാൽ അവരെ വിശ്വസിക്കില്ല, അല്ലേ? ഞാനൊരു കള്ളനാ, എന്നെ വിശ്വസിക്കേണ്ടെന്ന് ആരോടെങ്കിലും പോയി പറഞ്ഞാൽ അയാൾ വിശ്വസിക്കുമോ? ചിലപ്പോൾ സത്യമായിരിക്കും, വിശ്വസിക്കുമോ? നിങ്ങളെ എനിക്ക് വിശ്വാസമാണ്, നമുക്ക് വിശ്വാസമാണോ അങ്ങോട്ട് ഉറപ്പിച്ച് പറഞ്ഞു. നിങ്ങൾ തന്നെ വിളമ്പി തന്നാൽ മതി. ആ സ്ത്രീയുടെ ആ സ്ത്രീവേഷം കെട്ടി ചെന്നുകൊണ്ടുള്ളൊരു ഇതാണ് സ്ത്രീ വിവാദ ജുഗുപ്സയ എന്നാ പറയുന്നുണ്ട് ഭഗവതത്തിൽ. അപ്പോ അവർ മോഹിനി പറഞ്ഞു, ഭഗവാൻ പറഞ്ഞു അവരോട്, അതിനൊരു കണ്ടീഷനുണ്ട്. എന്ത് വേണം? നിങ്ങളെല്ലാവരും ഇരിക്കണം, നിരന്നിരുന്നിട്ട് കണ്ണടച്ചിരിക്കണം. അസുരന്മാരോട് പറഞ്ഞു കണ്ണടച്ചിരിക്കണം, എന്നാൽ ഞാൻ നിങ്ങൾക്ക് തരാം. അപ്പൊ അതുപോലെ തന്നെ ഭഗവാൻ എന്ത് പറഞ്ഞു? ദേവന്മാരോട് പറഞ്ഞു, നിങ്ങളും അവിടെ പോയി ഇതുമായിട്ടിരിക്കും എന്ന് പറഞ്ഞു. ഇങ്ങനെയാണ് ഞാൻ തരാന്ന് പറഞ്ഞു. ശരി, അസുരന്മാർ സമ്മതിച്ചു. മദ്യം കഴിച്ചിരിക്കല്ലേ, അസുരന്മാർ സമ്മതിച്ചു. അതില് അസുരന്മാരിങ്ങനെ നിരന്നിരിക്കുന്ന സമയത്ത് ദേവന്മാരെ അവിടെ കൊണ്ടിരുത്തി ഈ അമൃത് ഭഗവാന്റെ കയ്യിൽ കൊടുത്തു. മോഹിനി വേഷം ഭഗവാന്റെ കൊടുത്തു. ഈ ഭഗവാൻ എന്ത് ചെയ്തു? ഈ അസുരന്മാരുടെ മുമ്പിൽ കൂടി വളയൊക്കെ കിളിക്ക് ഒരു ഒച്ചയൊക്കെ ഉണ്ടാക്കി വേഗം അതിലൊക്കെ ഇങ്ങനെ നടന്നു പോയി. ഇപ്പൊ ഇവരുടെ വിചാരം ഇപ്പൊ നമുക്ക് കിട്ടും, നമുക്ക് ഇപ്പൊ കിട്ടും എന്നുള്ളതാണ്. കിട്ടും, ഇപ്പോഴല്ലാന്നേ ഉള്ളൂ. പക്ഷേ ഭഗവാൻ എന്നിട്ട് വേഗം എന്ത് ചെയ്തു? അത് ദേവന്മാർക്ക് കൊണ്ട് കൊടുക്കാൻ തുടങ്ങി. അതിൽ ഒരസുരൻ അപകടക്കാരിയായിരുന്നു, ഒരസുരൻ. അതില് കുറെ കഴിഞ്ഞ് ഒരു അനക്കവും ഇതൊന്നും കാണാനില്ല. എന്താ ഉണ്ടായെന്ന് വേണ്ടി കണ്ണടച്ചിരിക്കണം എന്നല്ലേ പറഞ്ഞേ? കണ്ണ് തുറന്ന് നോക്കി, ഇങ്ങനെ കണ്ണ് തുറന്ന് നോക്കി. എന്താ പ്രശ്നം എന്നറിയാം, എന്താ ഇന്ന് കിട്ടാത്തതെന്ന് അറിയാൻ വേണ്ടി കണ്ണ് തുറന്ന് നോക്കിയപ്പോ ഈ ഭഗവാൻ എവിടെ നിന്ന് കാണാനില്ല. ഭഗവാൻ ആ ദേവന്മാർക്ക് അമൃത് കൊടുക്കുന്നുണ്ട്. സ്വർഭാനു എന്ന ഒരു അസുരൻ, ആ സ്വർഭാനു കണ്ണു തുടങ്ങിയപ്പോൾ അസുരൻ പറയുന്നുണ്ട്,
എല്ലാരും നോക്കിക്കേ, നമുക്ക് മാത്രം ഇത് തരുന്നില്ല, അതേ ദേവന്മാർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ മറ്റേ അസുരന്മാർ പറയണ, നീയോ കണ്ണു തുറന്ന് നോക്കി, നിനക്ക് കിട്ടില്ല, ഞങ്ങളെ കൂടി കണ്ണു തുറന്ന് ഓർപ്പിക്കാനാണ് അസുരന്മാരുടെ സ്വഭാവം. നീയോ കണ്ണു തുറന്നിട്ട് മിണ്ടായിരിക്കുന്നു പറഞ്ഞത്. ഈ സ്വർഭാനു എന്ന അസുരൻ എന്ത് ചെയ്തു? വേഗം ദേവന്മാരുടെ ഇടയിൽ പോയിരുന്നു. എവിടെ പോയിരുന്നു? സൂര്യന്റെയും ചന്ദ്രന്റെയും നടുക്ക്, ദേവന്മാരുടെ നടുക്ക് പോയിരുന്നു. എല്ലാ ആവശ്യമുണ്ടോ? സൂര്യനും ചന്ദ്രനും കെട്ടിത്തിളങ്ങി നല്ല പ്രകാശമുള്ള ദേവന്മാര് അല്ലേ, എവിടെ പോയിരുന്നാലും കാണും. അപ്പൊ സൂര്യന്റെയും ചന്ദ്രന്റെയും നടുക്ക് പോയിരുന്നു കഴിഞ്ഞപ്പോ ഇത് ഭഗവാൻ ഇങ്ങനെ വിളമ്പി പോവല്ലേ, ഇത് വിളമ്പി പോകുമ്പോ ഈ അസുരനും കയ്യിൽ കുറച്ച് കിട്ടി. ഈ അസുരൻ എന്ത് ചെയ്തു? വേഗം കഴിക്കാനായി തുടങ്ങിയപ്പോഴത്തേക്കും അതിൽ ഒരു ദേവൻ പറഞ്ഞു, അവൻ അസുരനാ, കഴിക്കാനായിട്ട് തുടങ്ങിയതേ ഉള്ളൂ. ഇതാണ് നമ്മളെ കാണിച്ചു തരികയാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ വിളമ്പുമ്പം വിളമ്പി എല്ലായിടത്തും പങ്ക്തിയിലൊക്കെ വിളമ്പി നമ്മളൊക്കെ കാണിച്ചു തരികയാണിത്. പങ്ക്തിയിലൊക്കെ വിളമ്പുമ്പോൾ എല്ലാവരും കുറേ പേര് ഒരുമിച്ചിരിക്കുമ്പോൾ, പ്രത്യേകിച്ച് എന്ന് പറയുമ്പോൾ എല്ലാവരും കഴിക്കുന്നതെന്ന് വെച്ചാൽ എങ്ങനെയാ? കല്യാണ സ്ഥലത്ത് പോകുമ്പോഴാണ്. കണ്ടിട്ടുണ്ടാവും അല്ലേ? കല്യാണ സ്ഥലത്ത് പോകുമ്പോൾ അറിയാം. ആദ്യം നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞ് ചെല്ലുമ്പോഴത്തേക്കും ഇവിടെ എന്താ ഉണ്ടാവും? കുറേ അധികം ആൾക്കാരുണ്ടെന്ന് വിചാരിക്കുക. ഒരു 10,000-2000 പേരുടെ സദ്യയാണ്. കുറേ അധികം. അപ്പോൾ കല്യാണം ഇവിടെ നടക്കുന്നുണ്ടാവും, പക്ഷേ ഭക്ഷണം അവിടെ വിളമ്പുന്നുണ്ടാവും. ഭക്ഷണം ഇങ്ങനെ വിളമ്പി വെച്ചിട്ടുണ്ടാവും ആദ്യത്തെ ഒരു പ്രാവശ്യം ഇല്ലേ? വിളമ്പി എല്ലാ സാധനം ഇലയിൽ വെച്ചിട്ടുണ്ടാവും. അത് കഴിയുമ്പോൾ അവസാനം ഇരുന്ന് കഴിഞ്ഞിട്ട് ചോറ് വിളമ്പുള്ളൂ. ഇരുന്ന് കഴിയുമ്പോഴായിരിക്കും, എന്നിട്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മളെ വിളിക്കുക വന്നിരിക്കാൻ. ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുമെന്നറിയോ? ഓരോരുത്തരും എന്തിനാ ഇലയുടെ ഓരോ സ്ഥലത്തുനിന്ന് ഓരോരോ സാധനം കഴിച്ചുകൊണ്ടിരിക്കും. ചോറ് വന്നിട്ടില്ല, ഓർക്കണേ. ചോറ് വന്ന് ചോറിൻ്റെ കൂടെ വേണം ഇത് കഴിക്കാൻ. ചോറ് വന്നിട്ടില്ല. അപ്പം അത് വരുമ്പോഴത്തേക്കും ഈ വിളമ്പിയ സാധനം ഒക്കെ തീർന്നു. ഉപ്പേരി അടക്കം, കൂട്ടാനും ഉപ്പേരി അടക്കം മുഴുവൻ തീർന്നു. ഇത് ആരുടെ സ്വഭാവ? മനസ്സിലായല്ലോ? ഇനി അങ്ങനെ ചെയ്യുവോ? ഇല്ല. ചെയ്യുവോ? ഇത് കഴിക്കുന്ന സമയത്ത് ഇത് ഓർത്താൽ മതി, ഞാൻ അസുരനാ. അപ്പൊ ഓർക്കും, തിരുമേനിയൊന്നും അങ്ങനെ അവിടെ വെച്ച് പറഞ്ഞു. ഇത് എല്ലാവരും കാണിക്കുന്ന സ്വഭാവ. ഇത് ഭക്ഷണം ചോറ് വന്നാൽ ഇത് എല്ലാവർക്കും ഒരുമിച്ച് കഴിക്കാം. എല്ലാവരും ഒരുമിച്ചിരുന്ന് ഒരു മന്ത്രമൊക്കെ ചൊല്ലിയിട്ട് വേണം കഴിക്കാൻ. പക്ഷെ കല്യാണ സ്ഥലത്ത് അതൊന്നും നടക്കുകയില്ല. നടക്കുമോ? അന്നം അല്ലേ, വളരെ പ്രധാനപ്പെട്ടതല്ലേ. അപ്പോൾ അങ്ങനെ ഈ അസുരൻ കഴിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവന്മാർ കാണിച്ചു കൊടുത്തുള്ളത് കൊണ്ട്, കഴിക്കാൻ തുടങ്ങിയത് കൊണ്ട്, കുറച്ച് കഴിച്ചകത്ത് ചെന്നുകൊണ്ട് തല ഭഗവാൻ എന്ത് ചെയ്തു? തല വെട്ടി. അപ്പോൾ രാഹു കേതുക്കളായിട്ട് 2 നക്ഷത്രങ്ങളായിട്ട് മാറി അവസാനം ഈ അസുരൻ, ഈ രാഹുവും കേതുവും ആണ് സൂര്യചന്ദ്രന്മാരെ വിഴുങ്ങുന്ന ദിവസം സൂര്യഗ്രഹണം, ചന്ദ്രഗ്രഹണം, അവരുടെ ശാപം മൂലം സൂര്യഗ്രഹണം, ചന്ദ്രഗ്രഹണം വരുന്ന ആ സൂര്യഗ്രഹണം, ചന്ദ്രഗ്രഹണം വരുന്ന സമയത്ത് ഭക്ഷണങ്ങളൊന്നും പാകം ചെയ്ത് കഴിക്കരുതെന്ന് പറയും. ബീഫ് കഴിക്കാം, അതിന് കുഴപ്പമില്ല. വേറെ മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങളൊന്നും കഴിക്കരുത്. കഴിക്കുന്നവർ കഴിച്ചോട്ടെ, കഴിച്ചാൽ എന്താ കുഴപ്പം? കഴിച്ചാൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ കഴിച്ചു കഴിയുമ്പോൾ അറിയാം. പണ്ടുള്ള കാലത്തൊന്നും ഒന്നും കഴിക്കില്ല, ഭക്ഷണം ഒന്നും ആ സൂര്യഗ്രഹണം ചന്ദ്രഗ്രഹണം ഉള്ള സമയത്ത് കഴിക്കില്ല. ഭക്ഷണം കഴിച്ചാൽ അതിൽ വിഷം ഉണ്ടാകുമെന്നാണ് പറയുക. നമ്മുടെ ഭക്ഷണം കഴിക്കുന്നത് എന്തിനാ? അത് പറയട്ടെ, എന്തിനാ ഭക്ഷണം കഴിക്കുന്നത്? ക്ഷീണം മാറണം, ആരോഗ്യം ഉണ്ടാവണം, അല്ലേ? അല്ലേ? അതിനു വേണ്ടിയിട്ടാണ്. പക്ഷേ നമുക്ക് ഈ സൂര്യഗ്രഹണമൊക്കെ ഈ വിഷം പതിച്ച ഭക്ഷണമൊക്കെ കഴിച്ചാൽ നമുക്ക് ആരോഗ്യം ഉണ്ടാവുമോ? ഇല്ല. അത് തന്നെയാണ് പറയുന്നത്. സൂര്യഗ്രഹണം കഴിഞ്ഞാൽ പോയി കുളിച്ചു വന്ന് പുതിയ ഭക്ഷണം ഉണ്ടാക്കി വേണം കഴിക്കാൻ. അതാണ് ക്ഷേത്രത്തിലൊക്കെ കാണാം അല്ലേ, സമയത്ത് നട അടച്ചിടും ഇല്ലേ? അത് കഴിഞ്ഞ് അതെല്ലാം പൂവെല്ലാം വാരിപ്പെറുക്കി കളഞ്ഞ് പുതിയ ഇതൊക്കെ ഉണ്ടാക്കിയിട്ടാണ് അല്ലേ, അഭിഷേകമൊക്കെ ചെയ്തിട്ടാണ് അല്ലേ. അത് എന്തിനാ? ഭഗവാന് പോലും അത് ബാധിക്കുന്നുണ്ടെന്ന് കാണിച്ചില്ല. അപ്പൊ നമ്മുടെ കാര്യം പറയാനുണ്ടോ? ഉണ്ടോ? നമ്മളോട് പറയും, അങ്ങനെ കേൾക്കണം എന്നുള്ളവർ കേട്ടാൽ മതി. കേട്ടില്ലെങ്കിൽ ഞാനിപ്പോൾ കഴിച്ചു എന്ന് വെച്ചാൽ എന്താ കുഴപ്പം? കഴിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഭക്ഷണം കഴിക്കുന്നത് ആരോഗ്യത്തിനും നല്ലതിനും വേണ്ടിയിട്ടാണ്. അത് അങ്ങനെ ആ നക്ഷത്രങ്ങൾ മാറി കഴിച്ച് അസുരന്മാർക്കും കൊടുത്തു കഴിഞ്ഞപ്പോൾ ദേവന്മാർക്ക് ഈ അമൃത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ദേവന്മാർക്ക് പഴയ യൗവനം തിരിച്ചു കിട്ടി. അപ്പൊ ഇതറിഞ്ഞ അസുരന്മാർ ഇതറിഞ്ഞു കഴിഞ്ഞപ്പം അസുരന്മാര് ഈ ദേവന്മാരുമായിട്ട് യുദ്ധത്തിന് വന്നു. ഈ അസുരന്മാരുടെ നേതാവാണ് ബലി. ആ ബലിയൊക്കെ ആയിട്ട് ഇവർ ഈ ദേവന്മാർ യുദ്ധത്തിന് വന്ന് ആ യുദ്ധത്തിൻ്റെ ഇടയ്ക്ക് വെച്ച് ആ ബലിയെ വധിച്ചു. അസുരന്മാരുടെ നേതാവാണ് ബലിയെ വധിച്ചു.
അത് കഴിഞ്ഞ് ദേവന്മാർ കഴിഞ്ഞ ആ അമൃതമൊക്കെ കഴിച്ച് ആരോഗ്യം വീണ്ടെടുത്ത് അവർ പോയി. അപ്പൊ ഇത് കഴിഞ്ഞ് ശുക്രാചാര്യർ, ഇവരുടെ അസുരന്മാരൊക്കെ ഗുരുനാഥനായ ശുക്രാചാര്യർ ഇത് അറിഞ്ഞു. ബലി അങ്ങനെ വധിക്കാൻ പറ്റില്ലല്ലോ അല്ലേ? ഒരു ഇതും ചെയ്യാത്ത ബലി നല്ലവനാണ്. ആരാ? പ്രഹ്ലാദന്റെ പുത്രനാണ്. ബലി അങ്ങനെ വധിക്കാൻ പറ്റുമോ? ഇല്ല. മൃതസഞ്ജീവനി മന്ത്രം കൊണ്ട് ഈ ബലിയെ വീണ്ടും ജീവിപ്പിച്ചു ശുക്രാചാര്യർ. അപ്പോൾ ബലി ജീവിച്ചു കഴിഞ്ഞപ്പോൾ ബലിക്ക് മനസ്സിലായി ഗുരുനാഥന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ എന്തും കാര്യം സാധിക്കും എന്ന് ബലിക്ക് മനസ്സിലായി അല്ലേ? ഗുരുനാഥന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഈശ്വരന്റെ പോലും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ്. ഈശ്വരൻ ബ്രഹ്മാവ് തടുത്താൽ പോലും ഒന്നും പറ്റില്ല എന്നാണ്. പക്ഷെ ഗുരുനാഥന്റെ അനുഗ്രഹം വേണം. ആ ഗുരുനാഥൻ ശപിച്ചാലോ പിന്നെ എവിടെ പോയിട്ടും കാര്യമില്ല. ഈ കുട്ടികളൊക്കെ ചിലപ്പോൾ ചില സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ കുട്ടികളൊക്കെ ചിലപ്പോൾ പഴയ കാലത്തൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഉണ്ടോന്ന് അറിയില്ല, മാഷന്മാരുടെയൊക്കെ ചില ഇരട്ടപ്പേരൊക്കെ വിളിക്കും. ചിലപ്പോൾ അവർ ഉപദ്രവിക്കും അല്ലേ? ഇപ്പോഴത്തെ ചില കാലത്തൊക്കെ ഉപദ്രവിക്കും. മാഷന്മാർ കേൾക്കാണ്ടാണ്. ആ കുട്ടികൾക്ക് പിന്നെ ഒരു ഭാവി എന്തായിരിക്കും അല്ലേ? ഒരിക്കലും നമുക്ക് അറിവ് പകർന്നു തരുന്ന ഒരു ഗുരുന ആരെയും നമുക്ക് ഉപദ്രവിക്കാൻ പാടില്ല. നമുക്ക് അതിൻ്റെ ഫലം പിന്നീട് നമ്മൾ അനുഭവിക്കും അല്ലേ? അറിവ് പറഞ്ഞു തരുന്നതല്ലേ, നമ്മൾ നന്നാവാൻ വേണ്ടി പറഞ്ഞു തരുന്നതല്ലേ. ചിലപ്പോൾ രണ്ടടിയൊക്കെ ചിലപ്പോൾ മാഷന്മാർ തന്നിരിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ അടിക്കാൻ വേണ്ടിയിട്ടാണോ? അല്ല, നമ്മൾ നന്നാവാൻ വേണ്ടിയിട്ടാണ് അല്ലേ? ചിലപ്പോൾ രണ്ടടിയൊക്കെ തന്നിരിക്കും. പക്ഷെ അതൊക്കെ ക്ഷമിച്ച് മാഷ് ചിലപ്പോൾ നമ്മളെ നന്നാവാനായിരിക്കുന്നു വിചാരിച്ചുകൊണ്ട് അങ്ങനെ ആ മാഷിനോട് ക്ഷമിച്ച്, അല്ലാണ്ട് ആ സമയത്ത് മാഷിനോട് രണ്ട് ചീത്ത വാക്ക് പോയി പറയുകയൊന്നും അല്ല വേണ്ടത്. അത് ഒരിക്കലും ചെയ്യരുത്. ഗുരു നിന്ദ ഒരിക്കലും മേടിച്ചു വെക്കരുത്. ഗുരു നിന്ദ മേടിച്ചാൽ പിന്നെ എവിടെ പോയിട്ടും ഏത് കർമ്മം ചെയ്തിട്ടും ഒരു കാര്യമില്ല. അപ്പോൾ അങ്ങനെ ബലിയെ ജീവിപ്പിച്ചു. ശുക്ര മൃതസഞ്ജീവനി മന്ത്രം കൊണ്ട് ജീവിപ്പിച്ചു. ആ ബലി അവിടെ അസുര ലോകത്ത് പോയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വന്നത്. ഇതിന് ശേഷം ഒരു കഥയങ്ങളെ, ശങ്കരമോഹൻ എന്നൊരു ചെറിയ കഥയങ്ങളെ പറഞ്ഞിട്ട് നിർത്താൻ സമയമായി. ശങ്കരമോഹൻ എന്താ? ഈ ഭഗവാൻ, ആ കഥ അതോടുകൂടി തീർന്നു. പിന്നെ ഭഗവാൻ ഒരു സ്ത്രീയുടെ വേഷം കെട്ടിയിട്ട് നാരദ മഹർഷി എവിടെ ചെന്ന് പറഞ്ഞു? കൈലാസത്തിൽ ചെന്ന് പറഞ്ഞു. നാരദം വല്ല ആവശ്യമുണ്ടോ? നല്ല കാര്യമാണ് പറഞ്ഞത്. അങ്ങ് കണ്ടുവോ? മഹാദേവനോട് ചോദിച്ചു, അങ്ങ് കണ്ടുവോ? ഭഗവാൻ ഒരു സ്ത്രീ വേഷം കെട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങ് പോന്നു. എവിടെ? എപ്പം? അങ്ങ് പോന്നു. ആ കാളകൂടെ വിഷം കഴിച്ചിട്ട് കൈലാസത്തിലേക്ക് തിരിച്ചു പോന്നു. എല്ലാവരും കൂടി അല്ലേ? തിരിച്ചു പോന്നു. ഇങ്ങനെ ഒരു വേഷം കിട്ടിയിട്ട് അങ്ങ് കണ്ടുവോ? ഇല്ല. സ്ത്രീ വേഷം. മഹാദേവന് അത്ഭുതമായി. സാധാരണ സ്ത്രീകൾ പോലും വേഷം കെട്ടി ഇത്രയ്ക്ക് മനോഹരം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ മഹാദേവൻ പോകാൻ തുടങ്ങിയപ്പോൾ പാർവതി ചോദിച്ചു, എങ്ങോട്ട് പോവുക? ഇങ്ങോട്ട് പോവുക? ഞാനും ഉണ്ട്. അല്ല, അപ്പം എൻ്റെ സഹോദരനല്ലേ, പത്മനാഭ സഹോദരി അല്ലേ? സഹോദരിയാണ്. എൻ്റെ സഹോദരനല്ലേ, എനിക്കും കാണണം. ഭഗവാനെ തന്നെ കാണാൻ നല്ല മനോഹരം അല്ലേ? ലോകത്തിൽ വെച്ചിട്ടും ത്രിഭുവനകമല, എല്ലാ ലോകത്തിൽ വെച്ചിട്ട് എത്ര സുന്ദരൻ ആരാണ്? ഭുവനസുന്ദര എന്നാണ് വിളിക്കുന്നത്. ആര്? രുക്മിണി. രുക്മിണി വിളിക്കുന്നത് ഭുവനസുന്ദര. ഇതിൽ കൂടുതൽ സൗന്ദര്യമുള്ള വേറെ ആരുമില്ല ലോകത്ത്. അപ്പോ പാർവതി പറഞ്ഞു, എനിക്കും കാണണം. പാർവതി ദേവി മഹാദേവനും പുറപ്പെട്ടപ്പോൾ പിന്നെ ഗണപതിയും സുബ്രഹ്മണ്യനും വെറുതെ ഇരിക്കുമോ? അവരും പുറപ്പെട്ടു, ഞങ്ങൾക്കും കാണണം എന്ന് പറഞ്ഞു. അവരും കൂടെ പുറപ്പെട്ടു. അതാണ് പറയുന്നത്, ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോൾ എല്ലാവരെയും കൂടെ കൂട്ടി വേണം പോകാൻ. അപ്പോൾ അവര് കൈലാസം നിന്ന് പുറപ്പെട്ട് വൈകുണ്ഠത്തിലെത്തി. അവിടെ ചെന്ന് ചോദിച്ചു, അവിടെ ചെന്ന് കയറി അവിടെ ഭഗവാനോട്, എല്ലാവരും ഉണ്ടല്ലോ, എല്ലാവരും എങ്ങോട്ടാ, എന്താ കാര്യം ചോദിച്ചു. അല്ല, അങ്ങ് ഒരു സ്ത്രീയുടെ വേഷം കിട്ടിയെന്ന് പറഞ്ഞു. ആരാ പറഞ്ഞു? നാരദനാവും അല്ലേ? ഈ നാരദനാണ് ഇതിനെല്ലാം കാരണം. നാരദനാവും. അതെ. അപ്പോൾ ഞങ്ങൾക്ക് അതൊന്ന് കാണണമെന്നുണ്ട്. അതൊന്നും ഇല്ല. അതാ അസുരന്മാരെ പറ്റിക്കാനേ, കാര്യം നടക്കാൻ വേണ്ടി ഏത് വേഷം കെട്ടാനും ഭഗവാൻ തയ്യാറാണ്. അത് അവരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഒരു വേഷം കെട്ടിയെന്നുള്ളൂ. ഒന്നുമില്ല, കാണാനൊന്നും ഇല്ലാതെ. അതല്ല, കാണണം എന്ന് പറഞ്ഞു. മഹാദേവൻ ഇങ്ങനെ എന്താ അവിടെ ഇരിക്കും, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ ഭഗവാൻ അകത്തേക്ക് പോയത് കണ്ടു. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ അവിടെ പൂന്തോട്ടത്തില് വൈകുണ്ഠത്തിന്റെ പൂന്തോട്ടത്തിൽ ഒരു പന്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയാണ് കണ്ടത്. പന്ത് കളിച്ചിങ്ങനെ പോകുന്ന സമയത്ത് ആ പന്ത് തെറിച്ചു പോയി കഴിഞ്ഞപ്പോൾ ഈ മഹാദേവൻ അത് എടുത്തു കൊടുക്കാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പം അവർ രണ്ടുപേരും ആലിംഗനാബദ്ധരായി. ആ പരസ്പരം ആരാണ് വന്നതെന്നോ എന്താണ് ചെയ്തതെന്നോ അറിയാണ്ട് ആലിംഗനാബദ്ധരായി ഇങ്ങനെ ഇരുന്നു. ഇതിങ്ങനെ ഇരിക്കുന്ന സമയത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഭഗവാൻ അകത്തുനിന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് വരുന്നത്. അല്ല, അപ്പൊ അങ്ങ് സ്ത്രീവേഷം കെട്ടി വരാമെന്നു. അപ്പൊ അങ്ങ് കണ്ടില്ലേ? മഹാദേവനോട് ചോദിക്കുകയാണ്, കണ്ടില്ലേ? ആര്? ഇത്രയും നേരം അപ്പൊ അവിടെ കണ്ടുകൊണ്ടിരുന്ന ആര്? അത് മായയിൽ പെട്ടുപോയി മഹാദേവൻ പോലും. ഇതില് മായയിൽ നിന്നും മുക്തനായി മഹാദേവൻ. ഞാൻ അവിടെ കണ്ടില്ലേ? അത് കണ്ടിരുന്നില്ലേ എന്ന് ചോദിച്ചു. ഇല്ല, ഞാൻ കണ്ടില്ല.
വിഷമിച്ചിരിക്കുമായിരുന്നു. ഇല്ല, നോക്കൂ, അങ്ങയുടെ ദേഹത്തുള്ള ഭസ്മം എൻ്റെ ശരീരത്തിലും എൻ്റെ ദേഹത്തുള്ള കളഭം മഹാദേവന്റെ ശരീരത്തിലും ഇല്ലേ എന്ന് നോക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മഹാദേവനെ തൃപ്തിയായി. അങ്ങനെ മഹാദേവനെ മോഹിപ്പിക്കുമാറ് അവിടെ ഒരു ശങ്കരമോഹനം എന്നൊരു ലീലാങ്കര ആടിയതിനു ശേഷമാണ് പാലാഴി മഥനം എന്നുള്ളൊരു പ്രകരണം ഇവിടെ സമർപ്പിച്ചത്.